ദൈവനാമം നമ്മളിവിടെ സ്തുതിക്കട്ടെ. നമ്മളിവിടെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം സഭതത്വശാസ്ത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ദ ഡിവൈൻ ഗവേണിംഗ് ആൻഡ് റൂളിംഗ് ഇൻ ദി അസംബ്ലീസ്. ദൈവാധിപത്യപരമായ പരിപാലനം അല്ലെങ്കിൽ ഭരണം. ഓക്കെ, പ്രാദേശിക സഭകൾ. ഈ കാര്യത്തിലാണ് അനേക സഭകൾ തെറ്റിപ്പോയിരിക്കുന്നത്. അപ്പോൾ മാനുഷികമായ നിയമങ്ങൾ സംഘടനകളെ പോലെ പലയിടത്തുമായിട്ടുണ്ട്. പണ്ടേ ആയിട്ടുണ്ട്. ഏതാണ്ട് 3-ാം നൂറ്റാണ്ട് മുതൽ ഇതായിട്ടുണ്ട്. പക്ഷെ ഇതിന് മാറ്റം വരാതിരുന്നതിന് കാരണം ഇതിനെ നല്ലവണ്ണം വിചിന്തനം ചെയ്ത് പഠിപ്പിക്കുന്നില്ല എന്നതുകൊണ്ടാണ്. കഴിഞ്ഞ ആഴ്ചത്തെ കീ വാസ് താക്കോൽ വാക്യം നിങ്ങൾ ഓർക്കുന്നുണ്ടല്ലോ. എഫേസ്യർ 4:11 വാക്യമാണ് അതിന്റെ താക്കോൽ വാക്യം. അതിന്റെ പശ്ചാത്തലം, സാംസ്കാരികമായ പശ്ചാത്തലം എല്ലാം നമ്മൾ കാണുകയുണ്ടായി. എഫേസ്യർ 4:11 ഇപ്പോൾ ഇവിടെ ഗ്രീക്കിൽ നിന്ന് നേരിട്ട് ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നതായ നെറ്റ് ബൈബിളിൽ നിന്ന് ഇപ്പൊ തന്നെ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. അത് നമുക്ക് കുറച്ച് എക്സസൈസ് ചെയ്യാനുണ്ട്. പക്ഷെ നമുക്ക് തൽക്കാലം അതിന്റെ അഭാവത്തിന് ഞാൻ അതിന് സമാനമായ മലയാളം ട്രാൻസ്ലേഷൻ ഒന്നുകൂടെ അത് വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ദയവായിട്ട് നിങ്ങളുടെ ബൈബിൾ നോക്കുക, ബൈബിൾ തന്നെ അത് അടിവരയിട്ട് വെക്കുക. അവിടെ പറഞ്ഞിരിക്കുന്നത് എന്തിനു വേണ്ടി 4:11-12 ഞാൻ വായിക്കാം. ക്രിസ്തുവിന്റെ ശരീരത്തെ, ഈ ക്രിസ്തുവിന്റെ ശരീരം ഏതാ? സഭ. അതിനാണ് ഉപമാനം പഠിപ്പിച്ചത്. ശരീരമെന്ന് ബോഡി എന്ന് ഉപമിച്ചിരിക്കുന്നു. അതായത് ഐക്യത എന്നുള്ളതാണ്. അംഗങ്ങൾ തമ്മിലുള്ളതായ ആത്മീയ ഐക്യത എന്നുള്ളതാണ്. അതിനെ പണിതുയർത്തുന്ന ശുശ്രൂഷയ്ക്കായി പണിതുയർത്തുന്ന ഗ്രീക്ക് വാക്ക് ഓയിക്കോമുനി എന്നുള്ള ഗ്രീക്ക് വാക്കാണ്, ഓർത്തിരിക്കേണ്ട. അതിന്റെ അർത്ഥം ഒരു വീട് പണിയുന്നത് പോലെ, ഒരു കെട്ടിടം പണിയുന്നത് പോലെ. എഫേസ്യർ 2:20 നമ്മൾ വായിക്കുകയുണ്ടായി. എന്താണ് 2:20? അത് ആദ്യത്തെ ക്ലാസ് തന്നെയാണ്. മൂലക്കല്ലിന്മേ എന്താ പറഞ്ഞിരിക്കുന്നത്? പണിതിരിക്കുന്നു. അതേ വാക്ക് അവിടെ പറഞ്ഞിരിക്കുന്നത്, പണിതിരിക്കുന്നു. പിന്നീട് നമ്മളാണെങ്കിൽ പത്രോസിന്റെ ലേഖനത്തിൽ പണിതുകൊണ്ടിരിക്കുന്നു. അതല്ലോ, ഈ പണി എന്നേ അവസാനിക്കത്തുള്ളൂ? സഭ എടുക്കപ്പെടുമ്പോൾ മാത്രമേ അവസാനിക്കത്തുള്ളൂ. എന്നാൽ ഈ പണിയാനായിട്ട് ഒരു ബിൽഡിംഗ് പണിയുകയാണെങ്കിൽ എഞ്ചിനീയേഴ്സ് വേണം, മാനേജേഴ്സ് വേണം, എഞ്ചിനീയേഴ്സ് വേണം, അല്ലെങ്കിൽ അതിനെ സഹായികൾ വേണം, പണിതുന്നവർ വേണം. അങ്ങനെയുള്ള പണിക്ക് വേണ്ടി ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്നറിയാമോ? ക്രിസ്തുവിന്റെ ശരീരമെന്ന സഭയെ പണിതുയർത്തുന്ന ശുശ്രൂഷയ്ക്ക്. അത് ശുശ്രൂഷയാണ്. ശ്രദ്ധിച്ചോണം, ഇതൊരു പദവിയല്ല. പലരുടെയും വിചാരം ഇത് വലിയ പദവിയാണ്. ഇവിടെയാണ് വലിയ മിസ്റ്റേക്ക്. ഇതൊരു പദവിയാണ്. സംഘടനകളിൽ ജനറൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ, പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ, ചെയർമാൻ എന്ന് പറഞ്ഞാൽ ഒരു പദവിയാണ്. അത് ഈവൻ ക്രിസ്തീയ സംഘടനകളിലും അതൊരു പദവിയാണ്. പക്ഷേ വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ഇതെന്താണ്? ശുശ്രൂഷയാണ്. ശുശ്രൂഷ എന്നുള്ള വാക്കിന്റെ ഉപയോഗിച്ചിരിക്കുന്നതായ ഗ്രീക്ക് വാക്ക് ഡെയ്ക്കണോസ് എന്നുള്ള വാക്കാണ്. എന്ന് പറഞ്ഞാൽ ഡെയ്ക്കണോസ് എന്ന് പറഞ്ഞാൽ അധമദാസന്റെ ജോലി. അതെയാണ് അധമദാസന്റെ ജോലി. അപ്പോൾ ദൈവസഭയെ പണിതുയർത്തുന്നതിന് വേണ്ടി ദൈവം നിയമിച്ചിരിക്കുന്ന ഒരു അടിസ്ഥാനപരമായിട്ട് വേണ്ടത് എന്താണ്? ഞാനൊരു ശുശ്രൂഷകനാണ്. ഇന്ന് ശുശ്രൂഷ എന്ന് പറഞ്ഞ വലിയ ഗമയാണ്. ശുശ്രൂഷ ഒരു പദവിയാണ്. ഞാൻ എന്റെ സഭയിലെ ശുശ്രൂഷകനാണ്. അപ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് ഒരു അധമദാസന്റെ മനോഭാവത്തോടുകൂടി വേണം സഭകളെ ശുശ്രൂഷിക്കേണ്ടത്. താഴ്മ, ഹ്യൂമിലിറ്റി. കർത്താവ് ആ കാര്യം അപ്പോസ്തലന്മാർക്കിനെ കാണിച്ചു കൊടുത്തു. എവിടെയാണ്? കാലികളുടെ ശുശ്രൂഷയിലൂടെ. വെരി ഗുഡ്, നല്ലോണം പിക്കപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശുശ്രൂഷയ്ക്കായി വിശുദ്ധരെ സജ്ജരാക്കുന്നതിന് വേണ്ടി അവിടെ നിന്ന് ഇനി വായിച്ചോളൂ. അവിടെ നിന്ന് ചിലരെ എന്ന് വായിച്ചോളൂ. ചില എല്ലാവരെയാണോ? ഉത്തരം പറഞ്ഞു പോണേ. എല്ലാവരെയാണോ?
ഇവിടെ എല്ലാവർക്കും ലീഡേഴ്സ് ആവണം, എല്ലാവർക്കും മൂപ്പന്മാരാവണം, എല്ലാവർക്കും സുവിശേഷന്മാരാവണം. മതം എന്ത് പറയുന്നു? ചിലരെ, എല്ലാരെയും അല്ല, ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ എല്ലാവരെയാണോ? ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരും. ഹൈഫണൈറ്റ് വാക്കാണ്. ഉപദേഷ്ടാക്കന്മാരും എന്ത് ചെയ്തിരിക്കുന്നു? നിയോഗിച്ചിരിക്കുന്നു. ആര്? അവിടുന്ന്. ആരാ? മരിച്ചുയർത്തെഴുന്നേറ്റ് സ്വർഗത്തിലായിരിക്കുന്ന കർത്താവ് നിയോഗിച്ചിരിക്കുന്നു. പിന്നെ അതിന്റെ ഉദ്ദേശമൊക്കെ അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ വാക്യം ഒന്ന് ന്യൂ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ, അപ്പോൾ അത് ഗ്രീക്ക് കൂടെ അറിയാമെങ്കിൽ അത് വായിക്കുമ്പോൾ വളരെ ഇതായിരിക്കും. ഇവിടെ കേട്ടോണേ, ആൻഡ് ഹി ഹൂ, ആരാണ്? ഹിംസെൽഫ്, അവൻ തന്നെ. അവനെ നിയോഗിച്ചിരിക്കുന്ന ആരാണ്? സ്തോത്രം പറഞ്ഞേ. കർത്താവായ യേശു ക്രിസ്തു. ഈ ഹിംസെൽഫ് ഗേവ്. ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. മലയാളത്തിൽ ചിലരെന്ന് ലഭിക്കുന്നിടത്ത് ഇവിടെ TOU ഇംഗ്ലീഷ് എഴുതുന്ന എട്ടോ എന്നുള്ള ഗ്രീക്ക് ഡെഫിനിറ്റ് ആർട്ടിക്കിളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഞാൻ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ കാര്യം പറഞ്ഞല്ലോ കഴിഞ്ഞ ആഴ്ച. This is a watch. The watch belongs to. മലയാളത്തിൽ വിവേകഭേദമെന്ന് ഒരു കാര്യത്തെ പ്രത്യേകമാക്കി സ്പെഷ്യലാക്കി മാറ്റുന്നതായ ആർട്ടിക്കിൾ, ഡെഫിനിറ്റ്, അതിനെ വിശേഷിപ്പിക്കുന്ന ആർട്ടിക്കിൾ. അവിടെ ഉപയോഗിക്കുന്ന സം എന്നുള്ള വാക്കിന് ഉപയോഗിച്ചിരിക്കുന്നതായ വിവേകഭേദകം ടോ എന്നുള്ള വാക്കാണ് ഗ്രീക്കില്. ഇംഗ്ലീഷില് we have definite article and indefinite article. A and is indefinite article. കേട്ടോണേ, ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇതാ. ഗ്രീക്കിൽ ഇൻഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇല്ല. എ ആൻഡ് തത്തുല്യമായ ആർട്ടിക്കിൾ ഇല്ല, വിവേകഭേദം ഇല്ല ഗ്രീക്കിൽ അന്ന് എഴുതിയപ്പോൾ. അപ്പോൾ അവിടെ ദ എന്നുള്ള വാക്ക് ഉപയോഗിച്ചിട്ട് വെരി വെരി സ്പെഷ്യൽ, വെരി വെരി ഡിഫറൻറ്റ്, വളരെ ഡിഫറൻറ്റ്. ചിലരെ മലയാളത്തിൽ എല്ലാവരും അല്ല, വാളെടുക്കുന്നവൻ ആരല്ല? വെളിച്ചപ്പാടല്ല. അപ്പോസ്തലന്മാർ, ചിലരെ അപ്പോസ്തലന്മാരായിട്ട് അപ്പോസ്റ്റലോസ് എന്നുള്ള ഗ്രീക്ക് വാക്ക്. പിന്നെ വേറൊരു സം കോമ, വളരെ ക്ലിയർ ആണ്. കോമ പങ്ക്ച്വേഷൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. പ്രൊഫറ്റിയോസ്, പ്രവാചകന്മാർ, അവിടെ കോമ. എന്നിട്ട് സം ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഇവാഞ്ചലിസ്റ്റ്, യുഗാലിസ്റ്റോ എന്നുള്ള ഗ്രീക്ക് വാക്ക്. ഇവാഞ്ചലിസ്റ്റ്, ഇവാഞ്ചലിസ്റ്റ്. and some as pastors and teachers. Some to എത്ര സം ഉണ്ട്? എത്ര ചില്ലറയുണ്ട്? 1 2 3 4. ഇനി ചോദ്യം, ചിന്തിച്ചിട്ട് ആൻസർ പറയണം. തിങ്കിങ് ക്വസ്റ്റ്യൻ കേട്ടോ. ഇവിടെ ശുശ്രൂഷയ്ക്കായിട്ട് ഞാൻ അങ്ങനെ ഒരു മലയാളം വാക്യം ഉള്ളൂ. എത്ര ശുശ്രൂഷ പദവികളോടെ പ്രചരിക്കുന്നു? എത്ര? ഇവിടെ ഈ തോന്നുള്ള വാക്ക് പാസ്റ്റേഴ്സിനും ടീച്ചേഴ്സിനും, പാസ്റ്റേഴ്സ് ഇടയന്മാർക്കും ഉപദേഷ്ടാവും കോമൺ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് എന്നുള്ളത് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. വാസ്തവം പറഞ്ഞ പാസ്റ്റേഴ്സ് ഹൈഫണൈറ്റ് ടീച്ചേഴ്സ് ആണ് ആൻസർ ചെയ്യാൻ. നമ്മളത് മനസ്സിലാക്കണം. 1-ാം നൂറ്റാണ്ട് കൊണ്ട് ദൈവസഭയെ എക്യുപ്പിതെടുത്ത് വളർത്തിയെടുത്ത് ക്രിസ്തുമത തലയോളം വളർത്തുവാനായിട്ട് ദൈവം ഓരോ തലമുറയിലും അപ്പോയിന്റ് ചെയ്തത് ആരേ ഉള്ളൂ? ഇവരെ മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞല്ലേ, വേറെ ആരെയല്ല, വേറെ ആരുമല്ല. ഇവർ ആരാന്നറിയാമോ? അത് ആ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഇവരെന്താ അറിയാമോ? ഇവിടെ നമ്മൾ ഈ കൃപാവരം എന്നുള്ള വിഷയമായിട്ടൊന്ന് ബന്ധപ്പെടുത്തി ഒന്ന് കണക്ട് ചെയ്ത് പോകണം. അത് വിശദമായിട്ട് പോരാട്ടത്തിന് സമയമില്ല. നമ്മൾ വചനം വായിക്കുമ്പോൾ
3 തരത്തിലുള്ള കൃപാവരങ്ങളുണ്ട്. ഒന്ന് അടയാള വരങ്ങൾ, സൈൻ ഗിഫ്റ്റ് എന്ന് പറയും. അടയാള വരങ്ങൾ എന്ന് പറഞ്ഞാൽ മോശയ്ക്ക് ദൈവം വെളിപ്പെടുത്തി കൊടുത്തപ്പോൾ ചില വരങ്ങൾ കൊടുത്തു, അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്യുവാനുള്ളതായ വരങ്ങൾ കൊടുത്തു. എന്തിനു വേണ്ടിയായിരുന്നു? ഈ അവിടെ ഈജിപ്തിൽ ചില അത്ഭുതങ്ങളും അടയാളങ്ങൾ ചെയ്യാനുള്ള അവതാരത്തിന് കൊടുത്തത് എന്തിനായിരുന്നു? ദൈവത്തിന്റെ മഹത്വം. വെരി ഗുഡ്. അൾട്ടിമേറ്റ് എല്ലാം ദൈവത്തിന്. എന്നാൽ അതിൽ വലിയായിട്ട് ഒന്നുകൂടെ നമ്മൾ ചിന്തിക്കേണ്ടത്, ഇത് ദൈവത്തിന്റെ വചനമാണ്. ദിസ് ഇസ് ദ വേർഡ് ഓഫ് ഗോഡ്, ദിസ് ദ റെവലേഷൻ ഓഫ് ഗോഡ് എന്നുള്ളത് ഒതന്റിക്കേറ്റ് ചെയ്യാനായിട്ട്, അധികാരപ്പെടുത്താനായിട്ട്, ഇത് ദൈവത്തിന്റെ വചനമാണെന്നുള്ള കാര്യം അധികാരപ്പെടുത്താനായിട്ട് ദൈവം. അപ്പോൾ അങ്ങനെ വായിച്ചോളൂ. നിങ്ങൾ കൃപാവരൻ ന്യൂമാറ്റോളജി പഠിപ്പിക്കുമായിരിക്കും, എന്നാലും ഒന്ന് എഴുതി പോയിട്ടു. 1 കൊരിന്ത്യർ 12:8 മുതൽ 10 വരെയും 8 മുതൽ 10 വരെയും 28-ാം വാക്യത്തിലും ഈ അടയാള വരങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അടുത്ത കാറ്റഗറി റോമാലേഖനം 12:6 10 വായിക്കുമ്പോൾ അവിടെ സേവന ശുശ്രൂഷ വരങ്ങളെ കുറിച്ച് വായിക്കുന്നു. ശുശ്രൂഷ വരങ്ങൾ അത് നോക്കിക്കഴിഞ്ഞാൽ സഹോദരിമാരെ നിങ്ങൾക്ക് നിങ്ങളുടെ ശുശ്രൂഷകൾ ധാരാളം കാണുവാനായിട്ട് സാധിക്കും. സേവന ശുശ്രൂഷ വരങ്ങൾ, ദ സർവീസ് ഗിഫ്റ്റ്. ഇനി 3-ാമത് മറ്റുള്ളവരെ സജ്ജമാക്കാനായിട്ട്, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുക്കുവാനായിട്ട്. കേട്ടോണേ, അവരെ നിരുത്സാഹപ്പെടുത്തിയല്ല, അവരെ ആത്മീയ ശുശ്രൂഷകളിലും ആത്മീയ ജീവിതത്തിലും അവരെ ശുശ്രൂഷിച്ച് അല്ലെങ്കിൽ അവരെ പ്രോത്സാഹിപ്പിച്ച് വളർത്തിയെടുത്ത് മെത്രപേഷൻ ഞാൻ ബിൽഡ് ചെയ്തെടുക്കാനായിട്ടുള്ളതായ കൃപാവര പ്രാപ്തന്മാരായ ദൈവദാസന്മാർ. ദൈവം കൃപാവരങ്ങൾ കൊടുത്ത് കൃപാവര പ്രാപ്തന്മാരായ ആ ദൈവദാസന്മാർ, അതാണ് ലീഡർഷിപ്പ് സ്പിരിച്വൽ ഗിഫ്റ്റ്സ്. നേതൃത്വ ആത്മീയ വരങ്ങൾ. മറ്റു വരങ്ങളൊക്കെ അവർ ചെയ്യും. മറ്റു വരങ്ങളൊക്കെ ചെയ്താലും ചിലരെ ദൈവം പ്രത്യേകമായ രീതിയിൽ ദൈവം ഈ വരം കൊടുത്ത്, ഞാൻ പറഞ്ഞ പോലെ സഭയെ മേയ്പ്പാനായിട്ട്, സഭയെ വളർത്തിയെടുക്കുവാനായിട്ടും അവരെ അപ്പോയിന്റ് ചെയ്തിരിക്കുന്നു, അവരെ നിയോഗിച്ചിരിക്കുന്നു. അതാണ് നമ്മൾ Ephesians 4 പഠിച്ചത്. എല്ലാവരുമല്ല, ചിലർ മാത്രം. ഇനി മുന്നോട്ട് പോകുമ്പോൾ അതെല്ലാം കാണുവാനായിട്ട് നമുക്ക് സാധിക്കുകയാണ്. അപ്പോൾ ആ കാര്യം നമ്മൾ മനസ്സിലാക്കണം. Ephesians 4:11 നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അതിൽ നിന്നും 2:20 നമ്മൾ കുറയ്ക്കണം. Ephesians 12:20 നിന്നും 2:20 അല്ലെങ്കിൽ Ephesians 2:20 കുറയ്ക്കണം. 2:20 പറഞ്ഞിരിക്കുന്നത് മുമ്പേ അമ്മ പറയണ്ടായി. പ്രവാചകന്മാരും എന്ന അത് നമ്മൾ ഡിസ്കസ് ചെയ്ത അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും ദൈവത്തിന്റെ വചനം എഴുതി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ പ്രചോദനത്താൽ, അവരുടെ പ്രചോദനമുള്ളവരാണ്. ഇൻസ്പിറേഷൻ, റെവലേഷൻ ആൻഡ് ഇൻസ്പിറേഷൻ എന്നുള്ള വിഷയം ബിബ്ലിയോളജി ഉള്ളതാണ്. അപ്പോൾ അതിൽ ചെയ്ത് അത് എഴുതി വെച്ച് റെക്കോർഡാക്കി കൊടുക്കുന്നതിനും വരെ ദൈവം അവരുടെ കാലത്തിൽ. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലാണെങ്കിൽ ഒന്നിൽ അപ്പോസ്തലന്മാരും അല്ലെങ്കിൽ അപ്പോസ്തലന്മാരോട് ഏറ്റവും ചേർന്ന് പ്രവർത്തിച്ചത് മാത്രമേ പുതിയ എഴുതിയിട്ടുള്ളൂ. ഉദാഹരണമായിട്ട് മർക്കോസ്, ചിലർ പറയുന്നത് മർക്കോസിന്റെ സുവിശേഷം പത്രോസ് അങ്ങ് പറഞ്ഞു കൊടുത്തതാണ്. ഈ മർക്കോസ് വലിയൊരു പണ്ഡിതനൊന്നുമല്ലായിരുന്നു, ലൂക്കോസ് ഭയങ്കര പണ്ഡിതനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്താണ് ഈ മറ്റ് സുവിശേഷങ്ങളുമായിട്ടാണ് ഇങ്ങനെ എന്ത് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ വാക്ക് പറഞ്ഞിട്ടുണ്ടോ, റാൻഡം പല കാര്യങ്ങളും ഇങ്ങനെ. അത് മർക്കോസ് സിനോഗ്രാഫിയുടെ ജോലി ചെയ്തിട്ടുള്ളൂ. പക്ഷെ മർക്കോസിന്റെ പേരിലാണ് അത് അറിയപ്പെട്ടത്. പത്രോസ് മർക്കോസിന്റെ ലേഖനം കണ്ടിട്ടുണ്ട്. ഒരു സെർവൻ്റ് ആയിരുന്നത് പത്രോസിന്റെ ബാബിലോണിലൊക്കെ തന്റെ ദാസനായിരുന്നു. മാത്രമല്ല ലൂക്കോസ് അപ്പോസ്തലനല്ലായിരുന്നു. പക്ഷേ പൗലോസിന്റെ കൂടെയുള്ള സന്തത സഹചാരിയും സഹയാത്രിയുമായിരുന്നുകൊണ്ട് അപ്പോൾ ലൂക്കോസ് ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി. പുള്ളി ഒരു ഹിസ്റ്റോറിയനായിരുന്നു, ചരിത്രകാരനായിരുന്നു. അതുകൊണ്ട് ഈ ലൂക്കോസിന്റെ ഭാഷയൊക്കെ ആണെങ്കിൽ എക്സലന്റ് ഭാഷയാണ്, ഗ്രീക്ക് ഭാഷ തന്നെ, ഗ്രീക്കനായിരുന്നു. യാക്കോബ് ആരാ? അർത്ഥ സഹോദരൻ. അപ്പൊ കർത്താവിന്റെ കുടുംബമായിട്ടും ആ സമകാലീനായിരുന്നു. അത് കർത്താവിനെ കണ്ടിട്ടുണ്ട്.
പിന്നീട് ആരാ പറയാനുള്ളത്? അപ്പോസ്തലേതര യൂദ. ഏത് യൂദ? ഏത്? യേശുവിന്റെ അർദ്ധസഹോദരൻ. അപ്പോൾ അവരെല്ലാവരും തന്നെ അപ്പോസ്തല കർത്താവിനെ നേരിട്ട് കണ്ടവരും ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ കൂടെ സന്തത സഹചര്യമായിട്ട് പ്രവർത്തിച്ചതിനെ കൊണ്ട് മാത്രമേ പുതിയ എഴുതിയിട്ടുള്ളൂ. അതുവരെ അത് എഴുതാനായിട്ട്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് നോ മോർ റെവലേഷൻ സിൻസ് AD 96. വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുമ്പോൾ, പ്രവചനം പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറയാറുണ്ട്, തൻ്റെ അന്തിമ ശിഷ്യൻ, അത് അവസാനത്തെ ശിഷ്യൻ ഇഹലോകവാസം വിടുന്നു എന്നുള്ളതായ കണ്ടുകൊണ്ട് താൻ പത്മോസ് ദ്വീപിലായിരുന്നപ്പോൾ തൻ്റെ തന്നെ അവസാനം വരാൻ 91 വയസ്സുണ്ടായിരുന്നു. ആ സമയത്ത് വരുവാനിരിക്കുന്ന കാര്യത്തെക്കുറിച്ച് വെളിപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് അവസാനം പറഞ്ഞതിലൂടെ ആരും ചെയ്യരുത്, കൂട്ടുകയും ചെയ്യരുത്, കുറയ്ക്കുകയും ചെയ്യരുത്. റെവലേഷൻ ഈസ് ആബ്സൊല്യൂട്ട്ലി കംപ്ലീറ്റഡ്. അതേ സമയത്ത് തന്നെ അത് എഴുതി വെക്കാനായിട്ട് മുമ്പേ ഞാൻ പറയുക, അപ്പോസ്തലർക്ക് ശേഷം പിതാക്കന്മാരെ പോലും അത് ഏൽപ്പിച്ചില്ല. നോക്കണം ഈ വചനത്തിന്റെ വാല്യൂ. അപ്പോൾ അതിനുവേണ്ടിയാണ് ദൈവം അപ്പോസ്തലന്മാരെയും പ്രവാചകന്മാരെയും നൽകിയിരിക്കുന്നത്. അപ്പൊ Efesiയർ 4:11 നിന്നും Efesiയർ 2:20 കുറച്ചേ, പിന്നെ ആരെ കിട്ടും? സുവിശേഷന്മാരെ മാത്രമുള്ളൂ? അല്ല, ഇതേമാരായ ഉപദേഷ്ടാക്കന്മാർ. കേട്ടോ, ഇനി നമ്മൾ സ്വല്പം സ്പീഡിൽ പോവുകയാണ്. അപ്പൊ അടുത്ത നമ്മൾ കാണാനായിട്ട് പോകുന്ന ആരാണ് സുവിശേഷകൻ? സ്പെസിഫിക് വിളിയോടുകൂടി ദൈവം വിളിച്ച് വേർതിരിച്ച് ആക്കിയിരിക്കുന്ന സുവിശേഷൻ ആര്? ദൈവാഞ്ജലിസ്റ്റ്. ഞാൻ ചില ചോദ്യങ്ങൾ ചോദിക്കാം. സുവിശേഷീകരണത്തിൽ എല്ലാവരും ഇടപെടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് മൂപ്പന്മാരും ഉപദേഷ്ടാക്കന്മാരും വിശ്വാസികളും ഫിലിപ്പിലേവനും വായിച്ചു കഴിഞ്ഞാൽ സഹോദരിമാര് സുവിശേഷീകരണം എന്ന പ്രക്രിയ. പക്ഷേ സുവിശേഷ വേല ചെയ്യുന്നതിൽ, പക്ഷേ യഥാർത്ഥ സുവിശേഷ ആമിലെ വേല ചെയ്യുന്നവരെല്ലാം ദൈവാഞ്ജലിസ്റ്റ് ആവുമോ? അതാണ് ചോദ്യം. യുഗാലിസ്റ്റ് ആവുമോ? ഇല്ല. ഇപ്പൊ ബൈബിൾ കോളേജിലൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. ബൈബിൾ കോളേജിൽ ഒരു ഡിഗ്രി എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ സുവിശേഷനാവും, സുവിശേഷൻ ആവണമെന്നുണ്ടോ? ആവണമെന്നുണ്ടോ? വചനപ്രകാരം നമ്മൾ കാണാനായിട്ട് പോവുകയാണ്. ഞാൻ ജോലിയൊക്കെ വിട്ടു, ഞാൻ ബിസിനസ്സും വിട്ടു, ഞാൻ സുവിശേഷ വേല ചെയ്യുന്നു, ഞാൻ സുവിശേഷനാണെന്നുണ്ടോ? എന്നൊക്കെ പിന്നീട് ഇവിടെ മനസ്സിലാവും. ഏതെങ്കിലും മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു, സുവിശേഷനാവും? ദൈവാഞ്ജലിസ്റ്റ്. ഞാൻ പറയും ദൈവാഞ്ജലിസ്റ്റ്. സുവിശേഷ വേല ചെയ്യാം, പക്ഷെ സുവിശേഷ വേല ചെയ്തുകൊണ്ടിരിക്കലും വചനപ്രകാരം ദൈവാഞ്ജലിസ്റ്റ് സുവിശേഷനാവുന്നില്ല. സഭയുടെ പരിപാലനത്തിൽ എന്നുവെച്ചാൽ അഡ്മിനിസ്ട്രേഷനിൽ ഞാനുണ്ട്. ഇവാഞ്ചലിസ്റ്റ് ആകും, സുവിശേഷനാകും? ഞാൻ സ്വയം അങ്ങ് തീരുമാനിച്ചു സുവിശേഷനാകണമെന്ന്. ആവൂ? ഇതിൻ്റെയൊക്കെ പേരിൽ ഒത്തിരി പ്രായമായ പ്രശ്നങ്ങളുണ്ട്. എല്ലാം കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രായമായ പ്രശ്നമുണ്ട്. നമ്മൾ കാണാൻ പോവുകയാണ് ആരാണ് ദൈവാഞ്ജലിസ്റ്റ്, ആരാണ് യഥാർത്ഥത്തിൽ ഒരു സുവിശേഷൻ. ചില സ്വഭാവങ്ങൾ അത് പാസ്റ്റർ എന്നാലേ ഒരു ഗമയുള്ളൂ, ഒരു ഗുമ്മുള്ളൂ. വേറെ സ്ഥലങ്ങളിൽ ഇവാഞ്ചലിസ്റ്റ്, വേറെ സ്ഥലത്താണ് റെവറന്റ്. ഇവിടെ സുവിശേഷകൻ എന്നുള്ള വാക്ക് പുതിയ നിയമത്തിൽ, സുവിശേഷകൻ എന്നുള്ള വാക്ക് ജനറലായിട്ട് ഞാൻ പറയാണ്, പുതിയ നിയമത്തിൽ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് അറിയാമോ? 3 തവണ പറഞ്ഞിട്ടുണ്ട്. ഒന്ന്, ഇപ്പൊ നമ്മൾ വായിച്ചതായി Efesiയർ 4:11. ക്ലിയർ ആണല്ലോ? അവിടുത്തെ പ്രത്യേകത എന്തുവാ? ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്, സ്പെസിഫിക് ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്. ദൈവാഞ്ജലിസ്റ്റ്, യുഗാലിസ്റ്റ്. അടുത്തതായിട്ട് അപ്പോസ്തലനായ പൗലോസ് തന്റെ 3ാം മിഷണറി യാത്രയ്ക്ക് ശേഷം താൻ യെരുശലേമിലേക്ക് പോവുകയാണ്. പരിശുദ്ധാത്മാവ് വിലക്ക് നീ അങ്ങോട്ട് പോരുന്നു. അങ്ങനെ ആദ്യം താനാണെങ്കിൽ മിലാത്തോസിൽ ചെന്ന ശേഷം റിട്ടേൺ ജേർണിയാണ്. എഫേസ്യ സഭയിലെ മൂപ്പന്മാരെ വിളിച്ചു വരുത്തി അവരോട് സംസാരിക്കുന്ന കാര്യമാണ് അപ്പോസ്തല പ്രവൃത്തി 28-ാം അധ്യായത്തിൽ കാണുന്നത്, അല്ല 20-ാം അധ്യായത്തിൽ കാണുന്നത്. തദനന്തരം തന്റെ യാത്ര തുടർന്ന് 21-ാം അധ്യായം വരുമ്പോൾ താൻ കൈസരിയയിൽ ചെന്നു.
കൈസരിയിൽ ബോട്ട് കയറി ആദ്യം പുള്ളി ലെബനാനിൽ പോയി, ലെബനാനിൽ നിന്നാണ് തെക്കോട്ട് യാത്ര ചെയ്ത് കൈസരിയിൽ വന്നു. ഇന്നത്തെ ഇസ്രായേൽ കൈസരിയിൽ വന്നു. ബോട്ടെന്ന് പറഞ്ഞാൽ അന്നത്തെ കപ്പൽ കൈസരിയിൽ വന്നു. താൻ പറയുന്നത്, ഞാൻ സുവിശേഷകനായ ഫിലിപ്പോസിനെ കണ്ടു. സുവിശേഷകനായ ഫിലിപ്പോസിനെ കണ്ടു. അവിടെ ആ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ വിവേദ ഭേദവും വെച്ചിട്ടാണ് ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്. ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ് എന്താ പ്രത്യേകത? ഡെഫിനറ്റ് ആർട്ടിക്കിൾ ഉണ്ട് കേട്ടോ. ഒന്ന് കോറിലേറ്റ് ചെയ്തേ. FAC 4 പിന്നെ അപ്പോസ്തലപ്രവൃത്തി 25:8 തമ്മിൽ രണ്ടിടത്തും FAC ലേഖനം 4:11 പറഞ്ഞിരിക്കുന്നതായി ദ ഇവാഞ്ചലിസ്റ്റ് എന്ന ശുശ്രൂഷാപരം ആർക്ക് ലഭിച്ചിട്ടുണ്ട്? ആർക്ക് ലഭിച്ചു? ഫിലിപ്പോസിന് ലഭിച്ചു. ഇനിയാണ് നിങ്ങൾ സർപ്രൈസ് ചെയ്യാൻ പോകുന്നത്. ഇനി ഒരു പ്രാവശ്യം മാത്രമേ സുവിശേഷം എന്നുള്ള ആ വാക്ക് ഉപയോഗിച്ചിട്ടുള്ളൂ. അത് 2 തിമോത്തിയോസ് 4:5 2 തിമോത്തിയോസ് 4:5 ഇടയ ലേഖനങ്ങളാണ്. അതിന് മുമ്പ് ഞാൻ ഒരു വാക്ക് പറയുന്നു. അവിടെ പറഞ്ഞിരിക്കുന്നത് മലയാളത്തിൽ നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക ആണല്ലോ. സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക. ഒരു സീക്രട്ട് അവിടെ മലയാളത്തിൽ വായിച്ചാൽ മനസ്സിലാവത്തില്ല, ഇംഗ്ലീഷ് വായിച്ചാലും മനസ്സിലാവത്തില്ല. ഇംഗ്ലീഷിൽ ഡു ദ വർക്ക് ഓഫ് ആൻ ഇവാഞ്ചലിസ്റ്റ് എന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നു. ദല്ല ആൻ ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾ ആണ്. മനസ്സിലായല്ലോ? ഡു ദ വർക്ക് ഓഫ് ആൻ, നീ സുവിശേഷകന്റെ പ്രവൃത്തി ചെയ്യുക കേട്ടോടെ എന്ന് പറഞ്ഞാൽ ഫിലിപ്പോസിനെ പോലൊരു സുവിശേഷകന്റെ പ്രവൃത്തി നീയും ചെയ്യണം. പ്രവൃത്തി ചെയ്യണം. ഇത് വെർബൽ ഫോമിൽ ക്രിയാത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ പൗലോസ് അപ്പോസ്തലൻ ഇടയ ലേഖനങ്ങൾ എഴുതുമ്പോൾ ഏതാണ്ട് തന്റെ സുവിശേഷ പ്രവർത്തനത്തിന്റെ അവസാനത്തിലാണ് കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ടാണ് എഴുതുന്നത്. കാരാഗ്രഹത്തിൽ കാണും. AD 61-62. എന്തുകൊണ്ടാണ് ഈ ഇടയലേഖനം എഴുതിയപ്പോൾ? ഇടയലേഖനം എന്ന് പറഞ്ഞാൽ അതിനകത്ത് സഭാപരിപാലന ലേഖനങ്ങളാണെന്ന് അറിയപ്പെട്ടത്. ഈ തിമോത്തിയോസിനെ എഫെസോസിൽ വിട്ടിട്ട് പോയി. എന്താണെന്നറിയാമോ? പൗലോസ് യാത്രകളാണ്. അവിടെ പൗലോസിന്റെ ആബ്സൻസിൽ അവിടെ ഒരു അവിടുത്തെ മറ്റുള്ള മൂപ്പന്മാരോട് ഒരു സഹമൂപ്പനായിട്ട് എഫെസോസിൽ വിട്ടുപോയി. ഒരു ഉപദേഷ്ടാവായിട്ട്, ഒരു ഇടയനും ഉപദേഷ്ടാവായിട്ട്. തീത്തോസിനെ എവിടെ വിട്ടാ പോയി? ക്രേത്തയിൽ. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ഞാൻ നിന്നെ ക്രേത്തയിൽ വിട്ടിട്ട് പോകാനായിട്ട് കാരണം എന്താണ്? ചില കാര്യങ്ങൾ സഭയിൽ ക്രമീകരിക്കണം. ഇവർ 2 പേരും ഇടയന്മാരായ ഉപദേഷ്ടാക്കന്മാരായിരുന്നു എന്ന് പറഞ്ഞാൽ ഇവിടെ ശ്രദ്ധിക്കുക. അപ്പൊ 2 പേര് അവരോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും അവരുടെ ജീവിതശൈലി നോക്കിക്കഴിഞ്ഞാൽ പാസ്റ്റേഴ്സ് ആൻഡ് ടീച്ചേഴ്സ് ആണ്. വേറൊരു ഭാഷ പറഞ്ഞാൽ ഉപദേഷ്ടാക്കന്മാരായ മൂപ്പന്മാർ, ഉപദേഷ്ടാക്കന്മാരായ ഇടയന്മാർ, അല്ലെങ്കിൽ ഉപദേഷ്ടാക്കന്മാരായ ബിഷപ്പ്മാർ, അധ്യക്ഷന്മാർ. അതാ ഇടയത്തെ പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കാനായിട്ട് പോയില്ല. അപ്പോൾ ഈ തിമോത്തിയോസിന്റെ പ്രശ്നം ഉണ്ടായിരുന്നു. He was a timid person. വളരെ ഒരു നെർവസ് പേഴ്സൺ ആയിരുന്നു. പ്രായമൊക്കെ കുറഞ്ഞതുകൊണ്ട് ആൾക്കാർ വെറുപ്പിക്കഴിഞ്ഞാൽ ഗ്ലൂക്കോസ് അതല്ല വെറുപ്പിക്കഴിഞ്ഞാൽ വിളിക്കാൻ പറയും. ഇദ്ദേഹം ആ നിലയിൽ ഒരു ടിമിഡ് പേഴ്സൺ ആയിരുന്നു, ഒരു ഭീരുവായിരുന്നു, സ്വല്പം ഭീരുത്വം ഉണ്ടായിരുന്നു. അതിന്റെ പല കാര്യങ്ങളും പറയുന്നുണ്ട്. അതുകൊണ്ടാണ് എന്റെ മകനെ നീ ക്രിസ്തുവേശുവിന്റെ കൃപയാൽ ശക്തിപ്പെടുന്നു. നീ കൃപയാൽ ശക്തിപ്പെടുക. ഡൈനാമോ എന്നുള്ള വാക്കാണ് ഇവിടെ ഗ്രീക്കിൽ. എന്നാൽ ആ നിലയിൽ മുന്നോട്ട് പോയപ്പോൾ വലിയൊരു സഭയാണ്. ആ സഭയിൽ എല്ലാ കാര്യങ്ങളും താൻ ചെയ്യണം. ഇടയത്വം, ഉപദേശം. പൗലോസോടില്ല വെളിപ്പാടുകൾ, പൗലോസിനെ പഠിപ്പിച്ചതും എഴുതി വെച്ചതായ കാര്യങ്ങളെ ഭദ്രത്തിൽ നിന്ന് എക്സ്പോസ് പഠിപ്പിക്കാൻ തനിക്ക് വളരെ തിരക്കായപ്പോൾ ഒരു കാര്യം ഓർമ്മിക്കുകയാണ്. പൊന്നുമോനെ, നീ വളരെ തിരക്കാ, പക്ഷേ സുവിശേഷീകരണം എന്നുള്ളത് എല്ലാവരുടെയും ഉത്തരവാദിത്വമാണ്. നീ സുവിശേഷീകരണം ചെയ്യണം. കാരണം സുവിശേഷീകരണമാണ് അടിസ്ഥാനപരമായ കാര്യം. അതുകൊണ്ട് ഒരു ഉപദേഷ്ടാവായ മൂപ്പനായ തിമോത്തിയോസ് പറയുകയാണ്, നീ ഒരിക്കലും മറക്കരുത്, നീ സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യൂ. അതെന്താണ് അത്ര സുവിശേഷൻ? ഇന്നേ സഭാ വരുമാനത്തൊക്കെ ഞങ്ങളാരും സുവിശേഷം വിലയിരുത്തില്ല. ഞങ്ങളാരും പരസ്യം കൊടുത്തിട്ട്
ഞങ്ങളുടെ സഭയുടെ പരിപാടി, ഞങ്ങളാരും പിന്നെ ഹൗസസിന്റെ വരുത്തില്ല. അതൊക്കെ സുവിശേഷന്മാരിക്കും തെറ്റാണ്. കുഞ്ഞുകുട്ടി ആമലർക്ക് എല്ലാവരും സുവിശേഷം പറ്റില്ല. അത് ഞാൻ പിന്നീട് നിങ്ങളോട് പഠിക്കും. ഈ മൂന്നിടത്ത് മാത്രമേ സുവിശേഷം രണ്ടെണ്ണം ഡെഫിനറ്റ് ആയിട്ട് ഒരെണ്ണം ഇൻഡെഫിനറ്റ് ആക്കണം. അല്ലാതെ സുവിശേഷന്റെ പ്രവൃത്തി ചെയ്യുക, അതാണ് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ മുപ്പന്മാരൊക്കെ ആണെങ്കിൽ ഈ സുവിശേഷന്മാരോട് ഒന്നും അടുക്കരുത് അങ്ങനെ പറയുന്നത്. അവർക്ക് കൃപാവര പ്രാപ്തി ഉണ്ടെങ്കിൽ അവർക്ക് ചെയ്യാം. അത് ഞാൻ പിന്നീട് എക്സ്പ്ലെയിൻ ചെയ്യാം. അടുത്തത് ഇവിടെ നമ്മൾ ആദ്യമായിട്ട് മനസ്സിലാക്കേണ്ടത് സുവിശേഷകൻ സുവിശേഷ വേല ചെയ്യുന്നവനാണ്. സുവിശേഷ വേലയ്ക്ക് സുവിശേഷ നേതൃത്വം കൊടുക്കുവാനായിട്ട് ദൈവം ഫിലിപ്പോസിനെ പോലെയും പൗലോസിനെ വേർതിരിച്ചതായ കൃപാവര പ്രാപ്തന്മാരായ ദൈവദാസന്മാരായ സുവിശേഷകർ. They are the leaders in evangelism. അദ്ദേഹത്തിന്റെ പിൻപിൽ മൂപ്പന്മാരാണെങ്കിലും സുവിശേഷകർ വരുമ്പോൾ മൂപ്പന്മാരായാലും ഇടയന്മാരാണെങ്കിലും കേട്ടോ, ഉപദേഷ്ടാക്കന്മാരാണെങ്കിലും സൗരന്മാരാണെങ്കിലും സൗരന്മാരുടെ അദ്ദേഹത്തിന്റെ പിൻപിൽ അണിനിരന്ന് അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. സുവിശേഷകൻ വരുമ്പോൾ ഒരു സഭയിൽ ഒരു സുവിശേഷൻ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതായ പ്രഭാവ പ്രാപ്തനായ ദൈവദാസൻ അദ്ദേഹമാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ആ ഒരു കൺക്ലൂഷനിലേക്ക് വരാനായിട്ട് ഞാൻ സ്വല്പം കൂടെ പോകേണ്ടിയിരിക്കുന്നു. എന്താണ് സുവിശേഷീകരണം? വാട്ട് ഈസ് ഇവാഞ്ചലിസം? എന്താണ് സുവിശേഷീകരണം? കർത്താവിന്റെ അന്തിമ കൽപ്പന കൊടുത്തത് ആർക്കാണ്? അപ്പോസ്തലന്മാർ. അവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? ആ വാക്യം എന്ന് പറഞ്ഞത് അപ്പോസ്തലന്മാരാരായിരുന്നു? എഫേസ്യർ 2:20. അപ്പോസ്തലന്മാര് സഭയുടെ അടിസ്ഥാന കല്ലുകളാണ്. അതിന്റെ അർത്ഥം അടിസ്ഥാന കല്ലുകൾ നമ്മുടെ പ്രതിനിധീകരിക്കുന്നത് റെപ്രസെന്റ് ചെയ്യുന്നത് തന്നെയാണ് സഭയാണ്. അപ്പൊ സുവിശേഷീകരണം എന്നുള്ള ആർക്കാണ് ഉത്തരവാദിത്തം കൊടുത്തിരിക്കുന്നത്? ദൈവസഭയ്ക്ക്, ഓരോ പ്രാദേശിക. അതുകൊണ്ടാണ് ആ അടിസ്ഥാന കല്ലുകൾക്ക് അന്തിമ കൽപ്പന എന്ന് പറയുന്നത് കൊടുത്തിരിക്കുന്നത്. എന്താണെന്നറിയാം? പറഞ്ഞോളൂ, എന്തൊക്കെയാണ്? വായിച്ചോളൂ. മലയ്ക്ക് പോയി. അവനെ കണ്ടപ്പോൾ അവർ നമസ്കരിച്ചു, സംശയിച്ചു. യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരം നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് നിങ്ങൾ പോകണം. പുറപ്പെട്ട് എന്ത് ചെയ്യണം? പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചും ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിച്ചുകൊണ്ടും സകല ജാതികളെയും അത് ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ ഒന്നുകൂടെ വളരെ ക്ലിയർ ആണ്. Therefore, go and make disciples all nations. നിങ്ങൾ പോയി സകല ജാതിയെയും ശിഷ്യന്മാരാക്കിക്കൊള്ളുക. വാസ്തവത്തില് സുവിശേഷത്തിന്റെ സമ്മതി എന്നാണ്. എന്നിട്ട് എങ്ങനെയാണ്? ബാപ്റ്റൈസിംഗ് ദം അല്ല ഇന്നെ പിതാവിന്റെയും പുത്രന്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തി. പിന്നെ അടുത്തത് ഞാൻ നിങ്ങളോട് ഉപദേശിച്ചതായ കാര്യങ്ങൾ പ്രമാണിക്കത്തക്കവണ്ണം ഉപദേശിച്ചിട്ടുണ്ട്. ഞാൻ ഈ പെട്ടെന്ന് ഒന്ന് അന്വേഷിച്ച് പറഞ്ഞു. ഞാൻ നിങ്ങൾ പോകണം, വാ ഞങ്ങൾ സുവിശേഷം കേൾപ്പിക്കാൻ. അതിന് കുഴപ്പമില്ല. എല്ലാവരെയും ബോംബെയിലെ ഞങ്ങളുടെ സമയം ഞങ്ങൾ സ്ട്രീറ്റിൽ ഇറങ്ങി ആൾക്കാരെ ഫിഷ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഫിഷിംഗ് എന്ന് പറയും. വന്നാണ് വെള്ളം ബലത്തിൽ. പക്ഷേ പ്രധാനമായിട്ടും നിങ്ങൾ പോയിട്ട് ഒന്നാമത്തെ കാര്യം പ്രീച്ച്, പ്രസംഗിക്കും. പ്രീച്ച് എന്നുള്ള വാക്ക്, അതിന്റെ ഗ്രീക്ക് വാക്ക് പ്രൂക്സോ എന്നുള്ള വാക്കിന് എഴുതണ്ട, ഓർത്തിരിക്കണ്ടെങ്കിലും നിങ്ങൾ സ്വർഗ്ഗത്തിൽ. അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പ്രീച്ച് എന്ന് പറഞ്ഞാൽ വിളംബരം ചെയ്യും. സർവ്വജനത്തിനുണ്ടാകുന്ന മഹാസന്തോഷം ഞാൻ വിളംബരം ചെയ്യുന്ന ആരാ? ദൂതന്മാരാണോ ദൂതന്മാര് പറഞ്ഞതുപോലെ വിളംബരം ചെയ്യും. പയനിയർ ഇവാഞ്ചലിസം. ആൻഡലൊരിക്കൽ കൺവെൻഷൻ ഉണ്ട്. നമ്മുടെ പ്രിയ ബാബുവിനെ വിളിച്ച് പാട്ട് പാടും. 3-4 സ്പീക്കേഴ്സ് സംസാരിക്കും. നല്ല കാര്യമാണ്. അതിലുപരിയായിട്ട് സഭയുടെ ദൗത്യം എന്ന് പറഞ്ഞാൽ പോകണം, അല്ലെങ്കിൽ അയക്കണം, പ്രസംഗിക്കണം, വിളംബരം ചെയ്യണം. പ്രീച്ചിങ്ങും ടീച്ചിങ്ങും തമ്മിലുള്ള വ്യത്യാസം. ഗോ ആൻഡ് പ്രീച്ച് എന്ന് പറയുന്നത് ഗോ ആൻഡ് ടീച്ച് അവിടെ പറയുന്നില്ല. പ്രീച്ചിങ്ങിന്റെ പ്രൂക്സോ എന്നുള്ള വാക്കാണെങ്കിൽ ഗ്രീക്കില് ടീച്ചിങ് എന്നുള്ള ഡിഡാസ്കാലോ എന്നുള്ള വാക്ക്. ഇതൊക്കെ ഉപദേശം പഠിപ്പിക്കുക. അവിടെ വരുന്നുണ്ട്. അവിടെ ഒന്നുകൂടെ വായിച്ചാൽ
യേശു അടുത്ത് ചെന്ന് സ്വർഗ്ഗത്തിലും ഭൂമിയിലും സകല അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. ആകയാൽ നിങ്ങൾ പുറപ്പെട്ട് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ സ്നാനം കഴിപ്പിച്ചു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉദ്ദേശിച്ചുകൊണ്ടും ഓർമ്മ എന്ന് പറഞ്ഞാൽ പ്രസംഗിക്കുക, പിന്നെ കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം ഉപദേശിക്കുക, പിന്നെ സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളു. ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോടും കൂടെ ഉണ്ട്. പ്രസംഗിക്കുക, സ്നാനപ്പെടുത്തുക. ആരെയാണ്? വിശ്വസിക്കുന്നവരെ മാത്രം. ഞാൻ പഠിപ്പിച്ച ബാപ്റ്റിസത്തെ കുറിച്ച് വിശ്വാസ സ്നാനം, വിശ്വസിക്കുന്നവരെ മാത്രം. only those who are believers. അതിന് ശേഷം എന്താ പറഞ്ഞിരിക്കുന്നത്? അടുത്ത വാക്കാണ് അവിടെ പറയണ വിടാസ്കാരം എന്നുള്ള വാക്ക് എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ തക്കോണം ഉപദേശിച്ചുകൊണ്ട്. ഉപദേശം രക്ഷിക്കപ്പെട്ട് മുന്നോട്ട് വന്നാൽ അവരെ അപ്പോസ്തലന്മാർ ഉപദേശം പഠിപ്പിക്കണം. അതുകൊണ്ടാണ് നമ്മൾ ഇവിടുത്തെ പുതിയ പ്രവർത്തനം തുടങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഒരു ക്ലാസ് തുടങ്ങുന്നത്. ഇതൊക്കെ താല്പര്യമുണ്ടെങ്കിൽ അവരെ ഇരുത്തിയിട്ടാണ് ഉപദേശം കൊണ്ട് പഠിപ്പിക്കുന്നത്. ഒരു സഭയുടെ സ്ഥാപനത്തിന് മുമ്പുള്ള കാര്യമാണ് ആ ഉപദേശം പഠിപ്പിക്കുക എന്നുള്ളത്. എന്നിട്ട് പിന്നെ പറയാണ് ശിഷ്യരാക്കിക്കൊള്ളി. അതെന്താ ശിഷ്യരാക്കിക്കൊള്ളി എന്ന് പറഞ്ഞാൽ? ശിഷ്യരാക്കിക്കൊള്ളി എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്തുവാ? ഞാൻ ചുരുക്കി പറയാം. അപ്പോസ്തല പ്രവൃത്തി വായിക്കുമ്പോൾ ആദ്യകാലങ്ങളിൽ ക്രിസ്ത്യാനികൾ അറിയപ്പെട്ടത് എങ്ങനെയായിരുന്നു? ശിഷ്യന്മാരുടെ കൂട്ടം, യഹൂദയിലെ ശിഷ്യന്മാർ, യെരുശലേമിലെ ശിഷ്യന്മാരുടെ കൂട്ടം. അവസാനം അപ്പോസ്തല പ്രവൃത്തി 12 അവസാനം വരുമ്പോൾ അന്ത്യോക്യയിലെ ശിഷ്യന്മാർക്ക് അവിടെ വെച്ചാണ് അവർക്ക് ആദ്യമായിട്ട് ക്രിസ്തുവിന്റെ അനുയായികളുടെ പേരിൽ ലഭിച്ചത്. പരിശുദ്ധാത്മാവ് പ്രചോദനം കൊടുത്ത് എഴുതാൻ ദിവസം പറയുമ്പോൾ നത്തിങ് ലെസ് നത്തിങ് മോർ, ഒരു കോമായ്ക്ക് പോലും വഴിയുണ്ട്. അതങ്ങോട്ട് വേണ്ടി 13 വരുന്ന സമയത്ത് എന്താ പറഞ്ഞിരിക്കുന്നത് അറിയാമോ? അന്ത്യോക്യയിലെ സഭ, ശിഷ്യന്മാരുണ്ട്. അന്ത്യോക്യയിലെ സഭ പറയാണ് ബർന്നബാസിനെയും. മനസ്സിലായല്ലോ? അതിന്റെ അർത്ഥം സഹോദരന്മാരെ ശിഷ്യന്മാരാക്കി കൊള്ളുവാൻ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? നമ്മളെ മനസ്സിലിരിക്കണം. യഹൂദിയിലെ ശിഷ്യന്മാരുടെ കൂട്ടം, ശമരിയിലെ ശിഷ്യന്മാരുടെ കൂട്ടം, സഭാസ്ഥാനം. എന്താണ് സഭാസ്ഥാനം? സുവിശേഷീകരണത്തിൽ 4 പ്രക്രിയ നടന്നതിനെ സുവിശേഷീകരണം പൂർത്തീകരിക്കപ്പെടുന്നു. 1, പ്രസംഗിക്കണം. എവിടെയും പ്രസംഗിക്കുക. ജയിലിലോ. അപ്പോസ്തലപ്രവൃത്തിയിൽ വാക്ക് പറയുന്നുണ്ട്, ഞങ്ങൾ തെരുവുകളോറും വീടുകളോറും സുവിശേഷം പ്രവർത്തിക്കും. അയ്യോ സ്തോത്രം. നമ്മുടെ ദൈവദാസന്മാരാണെങ്കിൽ ആ നിലയിൽ സുവിശേഷം നടത്തിയപ്പോഴാണ് അവരുടെ കേസ് വന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ വളരെ വിഷമിച്ചു. വീടുകളും അവിടെ വലിയ പുൽപ്പിറ്റോ വലിയ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾ പോയി പ്രസംഗിക്കണം. ആര് പോയി പ്രസംഗിക്കണം? സുവിശേഷന്മാർ മാത്രമോ? അല്ല, സഭ ഒരുമിച്ച് പോകണം, പോയി പ്രസംഗിക്കണം. അതിന് നേതൃത്വം കൊടുക്കേണ്ടത് അവിടെ മുപ്പന്മാരെക്കാൾ ഇടന്മാരെക്കാൾ കൂടുതലായിട്ട് ദൈവമാലിച്ചാണ്, സുവിശേഷന്മാരാണ് അതിന് നേതൃത്വം കൊടുക്കേണ്ടത്. ദൈവമാർക്കുള്ള കൃപാവരപ്രാപ്തി കൊടുക്കണം. അവരുടെ പിമ്പിൽ അണിനിരുന്നുകൊണ്ട് പ്രസംഗിക്കണം. വിശ്വസിക്കുന്നതിന് എന്ത് ചെയ്യണം? സ്നാനപ്പെടുത്തണം. അതോട് ചേർന്ന് അടിസ്ഥാന ഉപദേശങ്ങൾ വരെ പഠിപ്പിക്കണം. ആത്യന്തികമായിട്ട് ഒരു സഭയിൽ ചേർന്ന് സഭ രൂപീകരണം. ഇത് 4 വചനപ്രകാരമുള്ള സുവിശേഷമാണ്. ഞാൻ സുവിശേഷനാണ്. ഞാൻ ഏതെങ്കിലും സഭയിൽ ചെന്ന് അപ്പവും മുറിച്ചു കൊടുത്ത് ഞാനാണെങ്കിൽ അവിടുത്തെ കുറെ പ്രസംഗം പ്രസംഗിച്ച് ഞാൻ സഭയുടെ ഒരു പരിപാലകനായിട്ട് ഇരിക്കുക എന്ന് പറഞ്ഞാൽ അത് പരിപാലകന്മാരുടെ ശുശ്രൂഷയാണ്, നമ്മൾ കാണാൻ പോവുകയാണ്. പക്ഷേ സുവിശേഷ ദൗത്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ These are the 4 functions of സുവിശേഷീകരണം. ഇത് കഴിഞ്ഞാൽ ഈ 4 ആത്യന്തികമായിട്ട് സഭ സ്ഥാപിക്കണം. ദൈവം ആഗ്രഹിച്ചിട്ടുണ്ട്. അവിടേക്കാണ് ഫിലിപ്പോസിനെ പോലെ ആത്മ നിറഞ്ഞുള്ള ദൈവദാസന്മാരെ പറഞ്ഞിരിക്കുന്നത്. സഭ പറഞ്ഞു വിട്ട് പോകുന്നു. ഒത്തിരി ഉദാഹരണങ്ങൾ ഹൃദയത്തിൽ വരുന്നു. നോർത്ത് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾ ഞാനൊന്നും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. പറഞ്ഞാൽ നമ്മുടെ ക്ലാസ് ടൈം പോവും. അപ്പോൾ ഇതാണല്ലോ സുവിശേഷീകരണ പ്രക്രിയ. ഇതാണെങ്കിൽ ആ പ്രക്രിയയിൽ സുവിശേഷകന്റെ റോളുണ്ട്. ഞാൻ ചില കാര്യങ്ങൾ പറയുണ്ടായി. എന്നാൽ ഇത് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്കറിയാം, നമുക്ക് ഈ അപ്പോസ്തല പ്രവൃത്തി കിട്ടില്ലായിരുന്നു. കണ്ടല്ലോ, വലിയൊരു ഗ്യാപ്പായി പോയി. ഹിസ്റ്റോറിക്കൽ ഗ്യാപ്പായി പോയി.
The book of Acts is a historical bridge between the Gospels and the Epistles. അപ്പോസ്തല പ്രവൃത്തി ആദിമസഭയുടെ 31-32 വർഷത്തെ ചരിത്രം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുമ്പോൾ നമ്മളിത് പാലിക്കുന്ന സകല കാര്യങ്ങളുടെയും പാറ്റേൺ അവിടെ കാണുന്നു, മാതൃക. അതിൽ നിന്ന് അങ്ങോട്ട് ഇങ്ങോട്ട് പോകാതെ വെച്ചാൽ മതി. കർത്താവ് കൽപ്പിച്ചു, അത് പിന്നെ ലേഖനകർത്താക്കൾ അതിന് ഉപദേശവൽക്കരിച്ചു. അവർ ഉപദേശമല്ല, ഇടയ്ക്കാണെങ്കിൽ എങ്ങനെയാണ് ആദിമസഭ അത് പാലിച്ചത്. ആ ആദിമസഭയുടെ അവസ്ഥയിലേക്കാണ് പ്രാദേശിക സഭകൾ ഏത് യുഗത്തിൽ കടന്നുപോയത്. അങ്ങനെയാണെങ്കിൽ ആരാണ് ഈ സുവിശേഷന്റെ പങ്ക്? ഞാൻ പറഞ്ഞ ഇതേ ഇവാഞ്ചലിസ്റ്റിന്റെ പങ്ക്. അവർക്ക് സഭാപരിപാലനത്തിൽ കൃപാവനമുണ്ടെങ്കിൽ ചെയ്യാം. അവർ ഉപദേശിക്കണം. ഒരു ഉപദേഷ്ടാവാണെങ്കിൽ ഏറ്റവും നല്ല. ചില സുവിശേഷന്മാർ ഉപദേശകന്മാരാണോന്നില്ല, പിന്നീട് കാണാനോട് പോവുകയാണ്. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം പ്രൈം റെസ്പോൺസിബിലിറ്റി ഉള്ളത് സുവിശേഷകർക്ക് നേതൃത്വം, അവരുടെ പിമ്പിൽ അണിനിരക്കണം. അതിനുള്ള കൃപാവരോട് ഞാൻ ഉദാഹരണത്തിന് പരസ്യോധനൊക്കെ പോകുന്ന സമയത്ത് അവിടെ നല്ലവണ്ണം സുവിശേഷം പറയാനായിട്ട് ദൈവം ആക്കിയിരിക്കുന്നത് സുവിശേഷന്മാരെയാണ്. പക്ഷെ അതിനോട് ചേർന്ന് മറ്റ് ദേവദാസന്മാർക്ക് കൃപാവനം കൂടുതലുണ്ടാവും ആ നിലയിൽ. പക്ഷേ ഞാൻ പ്രായമായ രീതി കണ്ടു കഴിഞ്ഞാൽ ഈ പരസ്യം ഒന്നും പ്രസംഗിക്കാൻ അറിയാൻ വേണ്ടി പോയി പ്രസംഗിക്കാതിരിക്കുന്നത്. അപ്പൊ കാണാം സുവിശേഷന്മാരുടെ വാല്യൂ. അവർക്ക് എങ്ങനെയാണ് മറ്റുള്ള ഇടപെടുന്നത് അറിയാം. ദൈവം കൊടുത്തിരിക്കുന്നതായ കൃപാവന പ്രാപ്തിയാണ്. അപ്പോൾ ഇതിന്റെ ആ പാറ്റേൺ നമ്മൾ മാതൃക അപ്പോസ്തല പ്രവൃത്തികൾ കൊത്തിവെച്ചിരിക്കുകയാണ്. ഇറ്റ് ഈസ് എൻഗ്രേവ്ഡ് ഇൻ ദി or encapsulated in the book of Acts. പരിശുദ്ധാത്മാവ് രണ്ട് പേരുടെ ജീവിതത്തിൽ കൂടെ. ഒന്ന് ആരാണ്? എന്താണ്? ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്, സുവിശേഷകനായ ഫിലിപ്പോസ്. രണ്ട് അപ്പോസ്തലനായ പൗലോസ്. റോമാലേഖനം 1:7 തൊട്ട് പറയുമ്പോൾ ഐ ആം ദ മിനിസ്റ്റർ ഓഫ് ഇവാഞ്ചലിസം, സുവിശേഷ വേലയിൽ ഞാൻ സേവകനായിരിക്കുന്നതായ എന്ന് പറഞ്ഞു. അവന്റെ അർത്ഥം ഈ രണ്ട് പേര് 1-ാം നൂറ്റാണ്ട് ഏറ്റവും കൂടുതൽ സുവിശേഷ പ്രവർത്തനം ചെയ്തവരാണ്. അവർ സുവിശേഷകന്റെ ആ ആത്മാവോട് കൂടി. അപ്പൊ അവരുടെ ജീവിത ചരിത്രം നമ്മൾ പുതിയ മതത്തിന് അപ്പോസ്തല പ്രവൃത്തി കാണുവാനായിട്ട് സാധിക്കും. ഒന്നാമത് ഫിലിപ്പോസ് എന്തുകൊണ്ടാണ് ദൈവാജനിസം എന്നറിയപ്പെട്ടത്? അല്ലെങ്കിൽ അവിടെ ഡോക്ടർ ലൂക്കോസ് പരിശുദ്ധാത്മാവിന്റെ നിറവിൽ പ്രചോദനത്താൽ ദൈവാജനിസം ഉപയോഗിച്ചു. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഫിലിപ്പോസിനെ ദൈവം ഒരു സുവിശേഷകനായിട്ടെടുത്ത് ഉപയോഗിച്ച് അവര് കണ്ടതുകൊണ്ടാണോ ദൈവാജനിസം ലഭിച്ചത്? അതുകൊണ്ടോ ഫിലിപ്പോസ് സ്വയം അത് തീരുമാനിച്ചോ ഞാൻ സുവിശേഷനാണെന്ന്? ഏതാണ്ട് ക്രിസ്താബ്ദം AD 37 തൊട്ട് മുമ്പേ നമ്മൾ കണ്ടതായ കൈസരി വെച്ച് ശൗലും ലൂക്കോസും മിഷണറി സംഘം അവനെ കാണുന്നതായ AD 58 വരെ, 37 മുതൽ 58 വരെ, എൻ്റെ അർത്ഥം 21 വർഷം തൻ്റെ ജീവിതശൈലി, തന്നെ ദൈവം എടുത്ത് ഉപയോഗിച്ച കാര്യം ഒരു സുവിശേഷ നിലയിൽ കൊത്തിവെച്ചിരിക്കുകയാണ്. അപ്പോസ്തല പ്രവൃത്തി 8:1 AD 37 8:1 വായിക്കുമ്പോൾ അവിടെ യെരൂശലേമിലുള്ളതായ പീഡനം മുഖേന പ്രത്യേകിച്ച് സ്തേഫാനോസിനെ കൊലപ്പെടുത്തിയതായ, സ്തേഫാനോസിനെ കല്ലെറിഞ്ഞു കൊന്നതായ 7 വായിക്കുന്നത്. അത് കഴിഞ്ഞ ശേഷം പരിശുദ്ധാത്മാവ് വളരെ ഓർഡറിൽ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അതിന് വേറെ ഒരു പശ്ചാത്തലം ഉണ്ടായിരുന്നു. കർത്താവ് പറയണ്ടായി, നിങ്ങൾ ലോകത്തിന്റെ അമ്പാടും പോയിട്ട് പ്രസംഗിക്കും കേട്ടോ. ഈ യെരൂശലേമിലെ സഭ എന്ത് ചെയ്തു? ഞങ്ങൾ യഹൂദന്മാർ മാത്രമേ ഉള്ളൂ, ഞങ്ങൾ നിന്നോളാം പറഞ്ഞു. അതിനെ പ്രതികരിച്ചിട്ടാണ് നമ്മുടെ പുള്ളിക്കാരൻ തന്നെ പൗലോസ് അത് പ്രസംഗം പറഞ്ഞതാണ്. മറുപലയെ വെച്ച് പറഞ്ഞ കർത്താവെ നാം ഇവിടെ ഇരിക്കുന്നത് നല്ലത്. പിന്നെ കർത്താവൊന്നും പറഞ്ഞില്ല, പിതാവായ ദൈവം എന്ന് പറഞ്ഞു. ഇവന്റെ പ്രിയപുത്രൻ ഇവന് ചെവി കൊള്ളി. പിതാവിന്റെ പ്രിയപുത്രൻ എന്താ പറയുന്നത്? അവസാനം ലോകത്ത് നാനാഭാഗത്ത് പോയി പ്രസംഗിക്കും. ഇതൊക്കെ പ്രസംഗിക്കാൻ പറയണം, ക്ലാസ് നേരിടുക. അപ്പോ ഇവരെന്താ യെരൂശലേമിൽ സഭ ഹിന്ദി പറഞ്ഞ ഇക്കട്ടാ പോവാം. അവർ ഒന്നിച്ചെങ്കിലും ഒരു ബോധം കൊണ്ടുവന്നു. എന്താണ് പെർസിക്യൂഷൻ? അത് ബലി കൊടുക്കേണ്ടതായിട്ട് വന്നു. ആര്? സ്തേഫാനോസ്. അടുത്തത് വായിച്ചു. നമ്മുടെ ജീവിതത്തിൽ
പീഡനം വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, പ്രയാസം വരുമ്പോൾ ഓർക്കണം ദൈവത്തിന്റെ വലിയ ഉദ്ദേശം. ആശന്മാരെ, സുശേഷന്മാരെ, ദേവദാസന്മാരെ, സൗകര്യന്മാരെ, ദൈവത്തിന് വലിയൊരു ഉദ്ദേശമുണ്ട്. കാര്യങ്ങൾ നല്ലവണ്ണം പോണേ ദൈവത്തിന്റെ കാര്യങ്ങളായിട്ട് പോവാം. എട്ടിന്റെ വായിച്ചോളൂ. ആ അവിടെ ഇത് പിടിച്ചോണ്ടിരിക്കുക സാധാരണക്കാരനോ പിടിച്ചോണ്ടിരിക്കാൻ ഒക്കത്തില്ല. വസ്ത്രവും പിടിച്ചോണ്ട് അവിടെ ഇരിക്കണമെങ്കിൽ ഒരു പദവിയുണ്ട്. സന്നദ്ധി സംഘത്തിന്റെ പ്രധാന ആളായിരിക്കും. എന്നിട്ട് അടുത്ത് വായിച്ചോളൂ. നേരിട്ടല്ല കൂടിയിരിക്കുക യെരൂശലേമിൽ തന്നെ പോകുന്നില്ല. എന്നിട്ട് എന്താ സംഭവിച്ചത്? കർത്താവ് എന്താ പറഞ്ഞത്? നിങ്ങൾ ആദ്യം യെരൂശലേമിലും യഹൂദിയയിലും ശമരിയയിലും ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് പോകണം. കമ്പൽസറി ട്രാൻസ്ഫർ പോലെ ചില ഗവൺമെന്റ് പൊസിഷനിൽ വർക്കുന്ന ഒരു കമ്പൽസറി ട്രാൻസ്ഫർ എന്നുപോലെ ചെതറിപ്പോയി. ആരാ ചെതറിപ്പോയത്? പറഞ്ഞോളൂ. അപ്പോസ്തലന്മാരുടെ എല്ലാവരും. 8-4 വായിച്ചു. പരിശുദ്ധാത്മാവ് വളരെ കൃത്യമായിട്ട് 8-4 വായിച്ചു കൊടുത്ത നോക്കണം എങ്ങനെയാണ് എൻഗ്രേവിംഗ് ഓഫ് ദ ബുക്ക്. ആരാണ് 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 ചിതറിപ്പോയത്? ചിതറിപ്പോയത് പറഞ്ഞ ആരൊക്കെയാണ്? അപ്പോസ്തലന്മാര് ഒഴികെ എല്ലാവരും. എല്ലാവരും കേൾക്കണം. എല്ലാവരും എല്ലാവരും അവിടെ സുവിശേഷന്മാരുണ്ടെങ്കിൽ സുവിശേഷന്മാർ, മൂപ്പന്മാരുണ്ടെങ്കിൽ മൂപ്പന്മാർ, ഇടയന്മാരുണ്ടെങ്കിൽ ഇടയൻ, ഉപദേഷ്ടാക്കന്മാരുണ്ടെങ്കിൽ അവര്, സഹോദരന്മാര് സഹോദരിമാര്, വിശ്വസിച്ച കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവരും. എല്ലാവരും ഹാൻഡാന്നുള്ള ഗ്രീക്കമാക്കി ചിലരെന്നല്ല. അവര് ചിലരെന്നല്ല. പറഞ്ഞോളൂ. ചിലർന്നാണോ? പറ. ചിലർന്നാണോ? എന്താ പറഞ്ഞിരിക്കുന്നത്? എല്ലാവരും. അവരെന്ത് ചെയ്തു? ചിതറിപ്പോയി. എന്നിട്ട് പറ അടുത്ത വാക്യം. എന്നിട്ട് അങ്ങനെ 8-4 വെച്ചോളൂ. എന്താ സുശേഷിച്ചു? ചിതറിപ്പോയവർ മകനെ സുശേഷിച്ചു. അവരവിടെ സഞ്ചരിച്ചു. എന്ത് ചെയ്തു? സൗരന്മാരെ മകനം അവരും പറഞ്ഞു. അവരുടെ പരിമിതി കൊണ്ട് അവരും മകനം പറഞ്ഞു. ചിതറിപ്പോയ എല്ലാ വിശ്വാസികളും മകനം പറയണം. മറ്റുള്ളവരോട് സുശേഷിച്ചു. ഇനി വിചാരിച്ച് നമ്മുടെ വലിയ വലിയ പ്രാസക്യന്മാരെ പോലെ ഒന്നും ആകണമെന്നല്ല പറഞ്ഞിരിക്കുന്നു. 1 by 1, 2 by 2 എവിടെ അവസരത്തിൽ സുവിശേഷം. ഇന്ന് സുവിശേഷം എന്ന് പറഞ്ഞാൽ ആരാണ്? കൺവെൻഷൻ പ്രീച്ചേഴ്സ്, പുൾപിറ്റ് പ്രീച്ചേഴ്സ്. അന്ന് പുൾപിറ്റ് ഉണ്ടായിരുന്നു ദേവദാസന്മാരെ. ദിസ് ഇസ് ദ മിഷൻ ഓഫ് ദ ചർച്ച്. ചിലവർ മാത്രം ചെയ്യുന്ന ശുശ്രൂഷയല്ല എല്ലാവരും. എന്നാൽ അടുത്ത വാക്യം നിങ്ങൾ വായിച്ചോ. എത്രാമത്തെ വാക്യം? 5-ാമത്തെ വാക്യത്തിൽ പറയുന്നു ഫിലിപ്പോസ് എവിടെ പോയി? ശമരിയ പട്ടണം. അയ്യോ, യഹൂദിയിലുള്ളതായ യെരൂശലേമിനെ ഇത് സംഭവിച്ചിട്ട് പത്രോസ് പറഞ്ഞു, എടാ മോനെ, മുമ്പേ ഞാൻ പറഞ്ഞ പോലെ കൊടപ്പെടത്തില്ലാവന്മാരും ശമരിയിലോട്ട് കർത്താവ് മാത്രമേ കയറിയിട്ടുള്ളൂ. ഒറ്റ യഹൂദം പോകത്തില്ല. ശമരി പോയി കഴിഞ്ഞാൽ ഗലീല പ്രൊവിൻസിലേക്ക് പോകാനായിട്ട് വളരെ എളുപ്പമാണ്. നമ്മളിപ്പോ ഇവിടുന്ന് കോട്ടയത്ത് പോകണമെങ്കിലാണ് നേരെ പോയാൽ എക്സറോഡിൽ പോകണം. നമ്മളെന്ത് ചെയ്യും? നേരെയാണെങ്കിൽ അല്ല യഹൂദം നമ്മൾ ഏതാണ്ട് പുല്ലൂർ ചെന്നിട്ട് മലയോര വാത എടുത്തിട്ട് കോട്ടയത്ത് പോകുന്നവരാണ് ദൂരമുള്ളത്. നമ്മൾ അന്ന് ഈ ഗലീലയിൽ പോകണമെങ്കിൽ ഗലീല ഒഴിവാക്കി പോകണമെങ്കിൽ അതിന്റെ അപ്പുറത്തൂടെ പോയി ഗല്ലാക്കിന്റെ തെക്ക് ചെന്നിട്ട് അവർ ജോയിൻ ചെയ്യും. പക്ഷെ ഒറ്റ അതിന്റെ ശത്രുക്കാർ ശബരിയക്കാർക്ക് അവര് നിഷിദ്ധമാണ്. നോർത്ത് ഇന്ത്യയിലെ ആരെങ്കിലും ഏതെങ്കിലും അനാവശ്യം കാണിക്കണമെങ്കിൽ തും ബിഹാരി എന്ന് ചോദിക്കും. ബിഹാരി ചോദിക്കും. എന്റെ അർത്ഥം അറിയാമോ? ഭക്ഷണന്മാരെന്ന് അർത്ഥം. ബീഹാറികൾ ബോംബെയിലൊക്കെ ആണെങ്കിൽ ഒത്തിരി ഭക്ഷണത്തെ പ്രവർത്തിക്കും. ഇപ്പൊ കുറച്ച് മാറി വിദ്യാഭ്യാസം എന്ന് പറഞ്ഞ് ചട്ടക്കാരെന്ന് പറഞ്ഞാൽ ഇൻസൾട്ടായിരുന്നു ഗുണമാണ്. പക്ഷേ ശ്രദ്ധിക്കണം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാ തന്നെ പ്രേരിപ്പിച്ചപ്പോൾ ആരോടും ചോദിക്കണം. ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ചെയ്യാണ്. വായിച്ചുള്ളത് എന്താ വായിക്കുന്നത്? ക്രിസ്തുവിനെ പ്രസംഗിച്ചു തന്നെ ദൈവം. The Samaritan mission of Philip the Evangelist. അത് ശമരിയയിലെ തന്റെ ആ സുവിശേഷീകരണ പ്രവർത്തനവും സഭാപ്രായം
അടുത്ത വായിച്ചോളൂ. 12 വായിച്ചു. ആ കണ്ടോ, എപ്പോഴാണ് സിസ്റ്ററെ, എപ്പോഴാണ് വിശ്വസിച്ചത്? ഫിലിപ്പോസ് എന്ന് പറഞ്ഞാൽ ഫിലിപ്പോസ് വാദന കേട്ടോ. സുവിശേഷം പ്രസംഗിച്ച വരും ചെയ്തു, സ്നാനമേ കേട്ടോടെ. അടുത്തത് ഓക്കെ ഓക്കെ ആയിക്കോട്ടെ. 25 വാക്യം വായിച്ചു. അനേക ഗ്രാമങ്ങളിൽ നോക്കണം. ദ മിഷൻ ഓഫ് ഫിലിപ്പ് ഇൻ സമേറിയ. പട്ടണത്തിൽ മാത്രം എല്ലായിടത്തും സുവിശേഷം അറിയിച്ചു. അടുത്തത് 9:93 വായിച്ചു. 9:33 സഭയ്ക്ക് നോക്കണം. സഭ എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചോണേ. സഭ എന്നുള്ള വാക്ക് അതിന്റെ അർത്ഥം എന്തുവാ? What was the net result of evangelization? സഭകളുണ്ടായത്. സമരിയ പ്രോവിൻസ് ഡിസ്ട്രിക്റ്റില് സഭകളുണ്ടായി, പ്രാദേശിക സഭകളുണ്ടായി കേട്ടോ. ഇത്രയും കഴിഞ്ഞ ശേഷം ചോദ്യം, അന്തിമ കൽപ്പനയെ കർത്താവ് പറഞ്ഞതായ ആ ദൗത്യത്തിന്റെ 4 ഘട്ടങ്ങൾ, 4 കാര്യങ്ങൾ നമ്മൾ കാണിയുണ്ടായി. എന്തൊക്കെയാണ്? പ്രസംഗിക്കുക, വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തുക, പിന്നെ ഉപദേശം പഠിപ്പിക്കുക, പിന്നെ പിന്നെന്താണ്? ഫിലിപ്പോസ് ചെയ്തു. അതിലേക്ക് ഞാൻ വരാൻ പോവുകയാണ്. ഇപ്പൊ നമുക്ക് പ്രസംഗിച്ചു, വിശ്വസിച്ചവരെ സ്നാനപ്പെടുത്തി, സഭയുണ്ടായെന്ന് പറഞ്ഞു. പിന്നുള്ളത് ഉപദേശം പഠിപ്പിച്ചു എന്നുള്ളതാണ്. അതിലേക്ക് വരാം. അപ്പോൾ അത് ഫിലിപ്സ് സമേറിയൻ മിഷൻ, സമീതിയിലുള്ളതായത്. അടുത്തത് പൗലോസിന്റെ ആഫ്രിക്കൻ മിഷൻ. ആഫ്രിക്കയിലെ സുവിശേഷീകരണത്തിന്റെ അടിസ്ഥാനം ഇട്ടതാരെന്ന് അറിയാമോ? ഫിലിപ്പോസ്. അപ്പൊ ചോദിച്ചൊക്കെ ഇന്നത്തെ നമ്മുടെ സുവിശേഷന്മാരൊക്കെ ഓരോ ഭൂഗോളങ്ങളും കയറി ഇറങ്ങണോ? വേണമെന്നില്ല. പാറ്റേൺ ആണ്, വേണമെന്നില്ല. 8:26 വായിക്കും. അനന്തരം ഇന്നത്തെ ഗാസ പ്രശ്നം ഉണ്ടല്ലോ, ആ വഴിയിൽ കൂടെ ഇനി എന്നാ ബോംബ് പ്രശ്നങ്ങളൊക്കെയാണ്. ഈ ഗാസ എന്ന് പറഞ്ഞാൽ നമ്മുടെ കടൽത്തീര പട്ടണമാണ്. അന്നൊരു ഫിഷിംഗ് ഹാർബറായിരുന്നു. നമ്മുടെ 3 ഈ ഗാസായും ഈ കെസരിയും എല്ലാം ഉണ്ടല്ലോ. അന്നത്തെ 3 ഭൂഖണ്ഡങ്ങളെ കണക്ട് ചെയ്യുന്നതായ റോഡ്, ഒരു ഹൈവേ, ഒരു ലാൻഡ് ബ്രിഡ്ജ്. യൂറോപ്പ്, ഏഷ്യ, യൂറോപ്പ്, ആഫ്രിക്ക, യൂറോപ്പ് പെട്ടു. അപ്പൊ അവിടെ ചെന്ന് എന്തെന്നറിയാമോ? ദൈവത്തിന്റെ ഡയറക്ഷൻ. ആരായിരുന്നു അത്? ദൈവത്തിന്റെ 9:32 വായിച്ചത്. 26 കർത്താവിന്റെ ദൂതൻ, ഡിവൈൻ ഡയറക്ഷൻ. പിന്നെ നമ്മൾ വരുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വായിക്കുന്നു. അങ്ങനെ ഗാസ റോഡിലൂടെ പോകാം. ഇന്നത്തെ ഗാസ ഹൈവേ, ആഫ്രിക്കയിൽ കൊണ്ടതായ ആ വഴി ഇന്ന് പലസ്തീന്റെ ഭാഗമാണ്. അവിടെ എന്താണ് നടന്നത്? ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഭാഗമാണ്, എല്ലാവർക്കും സദസ്സിലൂടെ പഠിക്കുന്നതാണ്. എന്തൊക്കെയാണ്? ആരെയാണ് അവിടെ കണ്ടത്? ആരെയാണ്? എത്യോപ്യയിലെ എന്താണ് ഞാൻ പറഞ്ഞു, ഏത് ഷമിനാണ്? ഫൈനാൻസ് മിനിസ്റ്റർ. അപ്പോഴങ്ങനെ അദ്ദേഹത്തെ കണ്ടു. ഇനിയിപ്പം ആ കഥയിൽ ഞാൻ ചോദിച്ചോട്ടെ, നിങ്ങൾക്ക് അറിയാവുന്ന ഭാവന പെട്ടെന്ന് വിളിയാണ്. ഫിലിപ്പോസ് പ്രസംഗിച്ചോ യേശുക്രിസ്തുവിനെ സുവിശേഷം? ആരോട് പറഞ്ഞു? യെശയ്യാ 53-ാം അധ്യായം ഉണ്ടല്ലോ. 53-ാം അധ്യായത്തിൽ നിന്ന് വായിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് നീ എന്തിനെ കുറിച്ച്, ആരെ കുറിച്ച് ആള് വായിക്കുന്നു മനസ്സിലായെന്ന് ചോദിച്ച് അവനെ കൂടെ ഉത്തരം പറയിപ്പിച്ചിട്ട് യെശയ്യാ 53-ാം അധ്യായത്തിന്റെ നിവൃത്തീകരണമായ കർത്താവായ യേശുക്രിസ്തു ഏക രക്ഷകൻ മശിയ എന്നുള്ളത് തെളിയിച്ചു കൊടുത്തു. അപ്പൊ പ്രസംഗിച്ചോ? യേശുവിനെ പ്രസംഗിച്ചു. അന്തിമ കൽപ്പനയിൽ പോയി പ്രസംഗിക്കുക. പോയോ? അതൊരു സമയത്തിന് ഇരുന്നോ? ശമേരിയൻ മിഷൻ പറഞ്ഞ ശമേരിയയിലെ എല്ലാ പ്രവർത്തനം കഴിഞ്ഞിട്ട് കുറച്ചാൾ വന്ന് അവർ സഭയോട് ചേർന്നു. താന് പോയി ദൈവത്തിന്റെ ആത്മാവ് പ്രേരിപ്പിച്ചു. ഒരു യഥാർത്ഥ സുവിശേഷൻ ഉണ്ടല്ലോ, ദൈവാഞ്ജലിഷൻ വെറുതെ ഇരിക്കാൻ പറ്റില്ല. ഒരു ശകല സമയം കളയത്തില്ല. ആത്മാവ്. എ.ഡബ്ല്യു. ടോസർ ഒരു പുസ്തകമുണ്ട്, പാഷൻ ഫോർ സോൾസ്. ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷൻ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങൾ ആദ്യമായിട്ട് പഠിപ്പിക്കുന്ന പുസ്തകമാണ്. ആത്മാക്കൾ, ഏത് ആത്മാവിനെ കണ്ടാലും സുവിശേഷം പറയും, ആരെ കണ്ടാലും സുവിശേഷം, യഥാർത്ഥ സുവിശേഷം.
ഒരു നാണവും ഇല്ല. അടി കൊണ്ടാലും സുവിശേഷം പറയും. ഒരാളോടെങ്കിലും ഒരു ദേവദാസൻ, അടുത്തുള്ള ഒരു ദേവദാസൻ, നിങ്ങൾ അറിയുന്ന ആളെ ഞാൻ പേര് പറഞ്ഞാൽ ആ സഹോദരൻ ഒരു ദിവസം അവിടെ അടുവെന്ന് പറയുണ്ടായി, ഒരു ദിവസം ഒരു ട്രാക്റ്റെങ്കിലും കൊടുത്തില്ലെങ്കിൽ എനിക്ക് സമാധാനം വരത്തില്ല, ഉറക്കം വരത്തില്ല. എന്നിട്ട് അത് കഴിഞ്ഞിട്ടോ താൻ എന്ത് ചെയ്തു? പ്രസംഗിച്ചു. അത് കഴിഞ്ഞ ശേഷം വിശ്വസിച്ചതായ ക്ഷണനെ സ്ഥാനപ്പെടുത്തിയോ? വിശ്വസിക്കുന്നതിൽ ഉപദേശം പഠിപ്പിച്ചോ? പറഞ്ഞു ഉപദേശം പഠിപ്പിച്ചോ? എവിടെ? എടാ യെശയ്യാ പറയുന്ന 53-ാം അധ്യായമേ. അത് പറഞ്ഞ അപ്പൊ ഉപദേശം പഠിപ്പിച്ചോ? അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അപ്പോസ്തലർ 28-ാം അധ്യായത്തിൽ 4 കൂട്ടം കാര്യം താൻ നിർവഹിക്കുന്നുണ്ടോ? പ്രസംഗിച്ചു, ഉപദേശം പഠിപ്പിച്ചു, അല്ലെങ്കിൽ സ്നാനപ്പെടുത്തി, ഉപദേശം പഠിപ്പിച്ചു, സഭ സ്ഥാപിച്ചു. നമ്മൾ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ ആഫ്രിക്കയിലെ ഈ ഷണ്ണൻ, അതുകൊണ്ടാണ് ഇന്നും എത്യോപ്യ ഏറ്റവും വലിയ ക്രിസ്ത്യൻ രാജ്യമായിട്ടിരിക്കുന്നത്. ഷണ്ണൻ ഈ അന്ന് ആദ്യകാലങ്ങളിൽ രക്ഷിക്കപ്പെട്ടവരുണ്ടല്ലോ, അവരെവിടെ പോയാലും പോയിട്ട് പ്രസംഗിച്ച കൊലോസി സഭ എങ്ങനെ ഉണ്ടായത്, റോമാലയ സഭ എങ്ങനെ ഉണ്ടായത്? സഭാസ്ഥാപനം നടന്നു, ചരിത്രത്തിൽ നടന്നു. ആഫ്രിക്കൻ ഇവാഞ്ചലിസം. ഡേവിഡ് ലിവിങ്സ്റ്റൺ 1786 ആഫ്രിക്കയിൽ പോയി, കോങ്കോയിൽ അവിടെ പോയിട്ട് സുവിശേഷം പ്രസംഗിച്ചിട്ട്. പക്ഷെ അല്ല, അതിനു മുമ്പ് 1-ാം നൂറ്റാണ്ടിൽ ഇതാണ് സംഭവിച്ചത്. അപ്പോൾ സുവിശേഷീകരണത്തിന്റെ 4 പടവുകളും ആര് ചെയ്തു? ഫിലിപ്പോസ് ചെയ്തു. ഇനി അടുത്തത്, ഒന്നാമത് ശമരിയയിൽ, രണ്ടാമത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതായ ആഫ്രിക്കയുള്ള ബന്ധത്തിൽ ദൈവം തന്നെ ഉപയോഗിക്കുന്നു. മൂന്നാമതായിട്ട് പലസ്തീനിയൻ മിനിസ്ട്രി. പാലസ്തീൻ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഈ ഗാസ, ബേത്ലഹേം, ആ സ്ഥലമൊക്കെ ഇന്ന് പലസ്തീൻ്റെ കീഴിലാണ്. ഞാൻ അവിടെ എല്ലാം പോയി കാണുകയുണ്ടായി. ഹെബ്രോന്, ഇതൊക്കെ പലസ്തീൻ്റെ കീഴിലാണ്. വളരെ സെക്യൂരിറ്റിയാണ് അവിടെ കേട്ടോ. നമുക്ക് പോവാം, പക്ഷെ വളരെ റിസ്ക്കാണ്. അപ്പോൾ അങ്ങനെ അടുത്തത് പലസ്തീൻ മിഷൻ. സോ എത്ര മിഷൻ കണ്ടു നമ്മൾ? 1 സമീരത്തിൻ മിഷൻ, 2 ആഫ്രിക്കൻ മിഷൻ, 3 പലസ്തീനിയൻ മിഷൻ. അതുകൊണ്ടാണ് ഈ സുവിശേഷന്മാർ പലപ്പോഴും ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് പ്രവർത്തിക്കും മിഷണറീസ് എന്നറിയപ്പെടുന്നത്. അപ്പോസ്തലർ 20:8 വായിച്ചേ. 20:8 വായിച്ചേ. കൈസരിയിലെത്തി. അതാണ് മുമ്പേ ഞാൻ പറഞ്ഞത്. ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ള പേര് ലഭിച്ചെടുത്തത് AD 58. എഴുവരിൽ ഒരുവനായ, അത് പറയാൻ കാരണം എന്താ? ഈ ഫിലിപ്പോസ് ആരായിരുന്നു? യെരുശലേമിലെ സഭയിലെ ഒരു ശുശ്രൂഷൻ, ഡീക്കനായിരുന്നു. സുവിശേഷകനായ ഫിലിപ്പോസിനെ കണ്ടു. ആരുടെ കൂടെ? തന്റെ കന്യകുമാരും പ്രവചിക്കുന്നതുമായ 4 പുത്രിമാരുണ്ടായിരുന്നു. അതിന്റെ അർത്ഥം AD 37 സുവിശേഷ വേലയ്ക്ക് പോയതായ ദൈവദാസ കൈസരിയിൽ ഒരു സെറ്റിൽ ലൈഫ് നയിക്കുകയാണ്. AD 58. അപ്പോൾ അവിടെ വെച്ചാണ് പരിചയപ്പെടുന്നത് ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്. അതിന്റെ അർത്ഥം ഈ ഗാസയിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ പ്രവർത്തിച്ച ശേഷം താൻ പലസ്തീൻ മുഴുവനായിട്ട്, അന്നത്തെ പലസ്തീൻ്റെ ഭാഗമാണ് കൈസരിയ, അവിടെ പോയി സെറ്റിൽ ചെയ്തു. ദ പലസ്തീനിയൻ മിനിസ്ട്രി ഓഫ് ഫിലിപ്പ് ദി ഇവാഞ്ചലിസ്റ്റ്. അപ്പോൾ ഞാൻ പറയാൻ വരുന്നത്, ആ നിലയിൽ ദൈവം തന്നെ ഉപയോഗിച്ചു. ഞാൻ ഓടിച്ച് ഫിലിപ്പോസിന്റെ ജീവിതത്തിൽ നിന്നും ഒരു യഥാർത്ഥ കൃപാപര പ്രാപ്തനായ സുവിശേഷകന്റെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണെന്നുള്ള കാര്യം പുറത്തു കൊണ്ടുവരാണ്ട് പോവുകയാണ്. ഇതാരെയും വിധിക്കാൻ വേണ്ടിയൊന്നുമല്ല കേട്ടോ. അവരങ്ങനെ ചെയ്യുന്നില്ല, ഇവരിങ്ങനെ ചെയ്യുന്നില്ല, മുമ്പേ പറഞ്ഞു പോലെ ഒന്നും വേണ്ട, നമ്മൾ ആരും വിധിക്കണ്ട. വചനം അങ്ങ് പറഞ്ഞു കൊടുത്തേച്ചാൽ മതി. അവിടെ ഇവാഞ്ചലിസ്റ്റ് എന്നുള്ളതായ പേര് സൗകര്യത്തിന് വേണ്ടി ഇട്ടാലും യഥാർത്ഥ സുവിശേഷൻ ഈ കാര്യം എല്ലാം ചെയ്തിരിക്കും. ദ ഇവാഞ്ചലിസ്റ്റ്. അതുകൊണ്ടാണ് എഫേസ്യർ 4:11 ഇത് പറഞ്ഞിരിക്കുന്നത്, കൃപാപര പ്രാപ്തനായ സുവിശേഷൻ എന്ന് സ്പെസിഫിക് ആയിട്ട് അവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അവിടെ മോഡസ് ഓപ്പറാൻഡി ഓഫ് ദ വർക്ക് ഓഫ് ഫിലിപ്പ് ദ ഇവാഞ്ചലിസ്റ്റ്, യഥാർത്ഥ ദ ഇവാഞ്ചലിസ്റ്റിന്റെ, ഞാനിതെല്ലാം പദത്തിൽ അങ്ങോട്ട് പറയുകയാണ്. പ്രായോഗികമായിട്ടൊക്കെ ഒത്തിരി വേരിയേഷൻസ്, വ്യത്യാസം കാണും. അപ്പോസ്തലർ 6:3 വായിച്ചേ, പെട്ടെന്ന് വായിച്ചാൽ ആരെങ്കിലും പെട്ടെന്ന് എടുക്കണം. ആത്മാവ് ജ്ഞാനമുള്ള 7 പുരുഷന്മാരെ തിരഞ്ഞെടുക്കാനായിട്ട് പത്രോസ് പറയുന്നു. ആരായിട്ട്? ഡീക്കൻസ് ആയിട്ട്. അപ്പൊ ഫിലിപ്പോസ് ആത്മാവ്, പരിശുദ്ധാത്മാവും ജ്ഞാനവും. ആ ജ്ഞാനം എന്ന് പറഞ്ഞാൽ അന്ന് ജ്ഞാനവരമായിരുന്നു. ആ ജ്ഞാനപരമാണ് ഇന്ന് നമുക്ക് ജ്ഞാനപരമാണ് വെളിപ്പെടുത്തി കിട്ടിയ കാര്യമാണ് നമുക്കിന്ന് വചനമായിട്ട് ലഭിച്ചിരിക്കുന്നത്, പുതിയ മമ്മയുടെ ലഭിച്ചിരിക്കുന്നത്. അപ്പോൾ വചനത്തിലുള്ളതായ അറിവ്, വചനത്തിലുള്ള ജ്ഞാനം. അപ്പോൾ ഫിലിപ്പോസ്
ഫിലിപ്പോസ്. 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസ്. സ്തേഫാനോസും അതിലൊരുവനായിരുന്നു. അപ്പോൾ താൻ ആത്മനിറവുള്ളതായതുകൊണ്ടാണ് യെരൂശലേമിലെ സഭ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ അവനെ ഇപ്പൊ ഒരു ഡീക്കൻ ഏത് ശുശ്രൂഷ ചെയ്താലും ആത്മനിറവ് വേണമെന്നില്ല. അവൻ അപ്പോൾ ഒരു സുവിശേഷകൻ പരിശുദ്ധാത്മാവ് നിറവിലാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, വചനത്തിന്റെ അടിസ്ഥാനത്തിൽ. 6:5 വായിച്ചേ. ഞാൻ ഒരു കാര്യം വിശ്വസിക്കുന്നു, തിമത്തിയോസ് പൗലോസിന്റെ ഒരു സുവിശേഷ വേദിയിൽ ഒരു ഡീക്കൻ അല്ലെങ്കിൽ ഒരു ശുശ്രൂഷക്കാരനായിരുന്നു. വാസ്തവം പറഞ്ഞാൽ തിമത്തിയോസും തീത്തോസും അവരെന്തെന്നറിയാമോ, നമ്മൾ ഇനിയും കാണാമെന്ന ഒരു ഉപദേഷ്ടാവായ ഇടയനായിട്ട് മാറി. ഫിലിപ്പോസ് യെരൂശലേമിലെ സഭയിലെ ഒരു ഡീക്കനായിരുന്നു, താനായി മാറി ദ ഇവാഞ്ചലിസ്റ്റായിട്ട് മാറി. ദ ഇവാഞ്ചലിസ്റ്റ്, ദ പാസ്റ്റർ ടീച്ചർ. എല്ലാ കൃപാവര പ്രാപ്തിയുടെ ശുശ്രൂഷയുടെ അടിസ്ഥാനം എന്ന് പറഞ്ഞിട്ടല്ലോ ശുശ്രൂഷിക്കുക. തുടക്കം ശുശ്രൂഷയായിരിക്കണം, അത് താരണം. അതാ കർത്താവ് പഠിപ്പിച്ചത്, നീ താരണം. നമ്മൾ ചെയ്യുന്ന ഏത് ശുശ്രൂഷ വേണമെങ്കിലും ആ ഒരു മനോഭാവത്തോടെ ചെയ്യണം. പക്ഷേ ഏത് ശുശ്രൂഷയ്ക്കും നമ്മൾ തയ്യാറാകണം. തമ്പാച്ചൻ ആദ്യം ബഹറിന് വന്നപ്പോൾ ഞാനൊന്ന് 26-27 വയസ്സേ ഉള്ളൂ. അദ്ദേഹം പ്രസംഗിക്കുന്ന ഓർക്കുന്നുണ്ട്. എനിക്ക് ഏത് ശുശ്രൂഷ ചെയ്യുന്നില്ല, തൂത്തുവാറണം, ഏത് ശുശ്രൂഷയും ഞാൻ ചെയ്യും. അതെനിക്ക് വളരെ ശ്ലാഘ്യമായിട്ട് തോന്നിയുണ്ടായി. അപ്പോൾ സ്റ്റാർട്ട് വിത്ത് ശുശ്രൂഷ. പിന്നെ അത് കഴിഞ്ഞിട്ട് 8:5 സമേരിയയിലേക്ക് പോയി. അപ്പോൾ അറിയാത്ത ദേശങ്ങളിലേക്ക് പോയിട്ട് പ്രസംഗിക്കണം. കർത്താവ് എന്ന് പറഞ്ഞ ഗോ എവരിവെയർ അല്ലേ? അപ്പോൾ ആരായി ഇവരെ ദൈവത്തിന് പരിശുദ്ധാത്മാവ് വിട്ടോളൂ, ആ ഭാരം കൊടുക്കും. നോർത്ത് ഇന്ത്യയിലെ മിക്കവാറും ബ്രദറിലെയും പെന്തിക്കോസ്റ്റിലെയും പല അല്ല മറ്റു സഭകളിലെയൊക്കെ ഞാൻ ചില സ്ഥലത്തൊക്കെ ആണെങ്കിൽ മർത്തോമ സഭയിലും മറ്റിടത്തൊക്കെ ഞാൻ പോയിട്ട് അവരെ പോകുന്ന സമയത്ത് ക്യാഷ്വലായിട്ട് ഞങ്ങളുടെ സുശേഷന്മാർ പറയുന്നത് ഇന്ന മർത്തോമയിൽ അച്ഛനുണ്ട്, പോയി ഇന്ന് ഹലോ ഒക്കെ പറയും. എത്രയോ റിമോട്ട് ഏരിയ എന്നറിയാം അവരൊക്കെ പോയിട്ട് ശുശ്രൂഷിക്കുന്നു. YMEF എന്നുള്ളതായ പ്രധാനക്കാരുടെ പ്രസ്ഥാനമുണ്ട്. ഈ YMEF പ്രത്യേകിച്ച് നോർത്തേൺ ഡിവിഷൻ, നോർത്ത് ഇന്ത്യയിലെ കോപ്പറേഷൻ മൊബിലൈസേഷൻ സ്റ്റൈലിലാണ് ഈ മിഷണന്മാരെ പറഞ്ഞത്. പിന്നീട് അറിയാമോ, ഇവര് അവധി എടുത്തൊക്കെ പോയി ശുശ്രൂഷിക്കുകയായിരുന്നു. അത് കഴിഞ്ഞ ശേഷം അവർ പലരും അവിടെ ആ സ്ഥലം ചൂസ് ചെയ്ത്, അയ്യോ എത്ര നല്ല സഭണം ഉണ്ടെന്നറിയാമോ. ബിലായിക്കെടുത്ത് രാജഗംഗാനഗർ കേക്കത്തക്ക ചമ്പർന്ന് രാജസ്ഥാനിൽ മുമ്പേ ആരുടെ ടോമിന്റെ കാര്യമൊക്കെ പറഞ്ഞത്. അയ്യോ വെള്ളവും ഒന്നും കിട്ടാത്ത റിമോട്ട് ഏരിയയാണ്. ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞാൽ വേറൊന്നും നോക്കത്തില്ല. ജോർജ് പറഞ്ഞ ദൈവദാസൻ തൻ്റെ ഒരു പുസ്തകമുണ്ട്. അന്നത്തെ കാലത്ത് 50കളുടെ അവസാനവും 60കളിലും അമേരിക്കയിലെയും യൂറോപ്പിലെയും യുവാക്കന്മാര്, കൗമാരപ്രായക്കാര് ജോർജ് നേതൃത്വത്തിൽ ഇന്ത്യക്ക് വേണ്ടി മരിക്കുമെന്നും പറഞ്ഞ് ഇന്ത്യയിലേക്ക് പോകും. ഇന്ത്യത്തിനുള്ളതായ തദ്ദേശീയമായ ജോലി, അതിലൊരാളത് കെട്ടിയോനാണെങ്കിൽ ഇന്ത്യക്ക് വേണ്ടി മരിക്കുമെന്നും പറഞ്ഞിട്ട് തണുപ്പ് ദേശത്ത് നിന്ന് ചൂടുള്ള ദേശത്ത് വന്നിട്ട് എവിടെയും പ്രസംഗിച്ചു. ആത്മാവ് അതൊക്കെ പിന്നീട് സഭകളായിട്ട് മാറിയുണ്ടായി. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് യഥാർത്ഥ സുവിശേഷം പ്രാർത്ഥിക്കുമ്പോൾ ആത്മാവ് പരിശുദ്ധാത്മാവ് നീ ഇന്നടുത്ത് പോയി പ്രസംഗിക്കുക. അതല്ലേ നീ ഗാസയ്ക്കുള്ളതായ ഫിലിപ്പോസോട് പറഞ്ഞത്. ഗാസയ്ക്കുള്ള വിജനമായിരിക്കും, ഉൾപ്പിറ്റില്ല, പണമില്ല, വെള്ളമില്ല, നല്ല ഭക്ഷണം കാണത്തില്ല, പോയിരിക്കും. ആത്മാവ് പറഞ്ഞാൽ പോയി ദൈവപ്രകാരം നോക്കിയുള്ളൂ. അടുത്തത് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ഇങ്ങനെ അവസാനിപ്പിക്കാം. ഫിലിപ്പോസിന്റെ ജീവിതം എടുത്താൽ ഞാൻ അന്തിമകൽപ്പനയുടെ 4 കാര്യവും ചെയ്തു. അദ്ദേഹം ചെയ്തോ? എന്തൊക്കെ ചെയ്തു? പോയോ? പ്രസംഗിച്ചോ? പ്രസംഗിച്ചോ? രണ്ടാമത് വിശ്വസിക്കുന്നവരെ സ്നാനപ്പെടുത്തി. രണ്ടാമത് ഉപദേശം പഠിപ്പിച്ചു. 4ാമത് സഭകൾ സ്ഥാപിച്ചോ. സ്തോത്രം എന്ന് പറഞ്ഞ സ്തോത്രം. ഇതാണ് ദൈവാചരിച്ച ധർമ്മം. യഥാർത്ഥത്തിൽ വിളിച്ചു ബന്ധിക്കപ്പെട്ടതായ ഒരു സുവിശേഷകൻ അത് ചെയ്തിരിക്കും. ഒരു സഭയെങ്കിലും സ്ഥാപിച്ചിരിക്കും. ഞാൻ വിശ്വസിക്കുന്നു. ഒന്നല്ല, പലത് സ്ഥാപിച്ചിരിക്കും. ഇന്ന് പലർത്തും കാണുന്നത് ദൈവം പഠിച്ചു, ഞാൻ ഏതെങ്കിലും സഭയുടെ പാസ്റ്ററായിട്ടോ, അതിനെ തെറ്റൊന്നുമില്ല കേട്ടോ, തെറ്റൊന്നുമില്ല, അല്ലെങ്കിൽ സുവിശേഷം പങ്കിരിക്കുക അല്ല, അതൊക്കെ ആവാം. പക്ഷേ പ്രൈം റെസ്പോൺസിബിലിറ്റി ഓഫ് ദ ഇവാഞ്ചലിസ്റ്റ് ഈസ്
ഇവാഞ്ചലൈസേഷൻ, സഭകൾ സ്ഥാപിക്കുക. ഈ സുവിശേഷകന് ഒരു മൂപ്പന്റെ കൃപാവനം ഉണ്ടെങ്കിൽ അത് ചെയ്തിരിക്കണം. പ്രത്യേകിച്ച് അത് പറയാം. പ്രത്യേകിച്ച് ആദിമ ഒരു സഭകൾ സ്ഥാപിക്കുമ്പോൾ അവിടെ അതേ സമയത്ത് മൂപ്പന്മാർ ഉണ്ടായി പറഞ്ഞില്ല. ഉണ്ടായി പറഞ്ഞത് അടുത്ത ക്ലാസ്സിന്റെ ഇതാണെങ്കിലും ഞാൻ ഇപ്പം പറയുകയാണ്. പൗലോസ് അപ്പോസ്തലൻ സ്ഥാപിച്ചതായ സഭകളിൽ തിരിച്ചു പോയിട്ട് മൂപ്പന്മാരെ അവർക്കായി ഇംഗ്ലീഷ് കൊടുത്തു. അതെ, ആരെങ്കിലും അളിയനെയോ ചേട്ടനെയോ ഒന്നും പിടിച്ചിട്ട് ആക്കുമല്ലായിരുന്നു. കൃപാവര പ്രാപ്തിയുള്ളവരെ മനസ്സിലാക്കി സഭയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. അതാണ് മൂപ്പന്മാരെ ആക്കി വെച്ചുള്ളത്. ക്രേത്തയിൽ തീർത്തോസിനെ വിട്ടിട്ട് പോയതിനു വേണ്ടിയാണ്. നീ ക്രേത്തയിൽ ഓരോ പട്ടണം തോറും അല്ലെങ്കിൽ പട്ടണത്തിലുള്ള സഭകൾ തോറും മൂപ്പന്മാരെ ആക്കി വെക്കണം. അപ്പോൾ അതുവരെ പൗലോസ് ചെയ്തതുപോലെ ഏതാണ്ട് 18 മാസം കൊരിന്തിലും ഏതാണ്ട് 36 മാസം എഫെസോസിലും താൻ അവിടെ താമസിച്ച് താൻ സുവിശേഷകനായിരുന്നു, ആ സഭയുടെ മൂപ്പനായിരുന്നു, ഉപദേഷ്ടാവായിരുന്നു. പക്ഷേ പൗലോസിന്റെയോ ഫിലിപ്പോസിന്റെയോ ജീവിതം നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും ഒരു സഭയെ തുടർമാനമായിട്ട് അവർ എന്ന പാസ്റ്റോറൽ മിനിസ്ട്രിയിൽ ഇടപെട്ടില്ല. അപ്പോൾ ഒരു സുവിശേഷകന് ഒരു പാസ്റ്ററായിട്ടോ ഒരു പാസ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഇടയനായിട്ട് കൃപാപരം ഉണ്ടെങ്കിൽ ചെയ്യുന്നതിൽ യാതൊരു സംശയമില്ല. അവരെ റിജക്ട് ചെയ്യരുത്. പക്ഷേ ഞാൻ ഒരു കാര്യം പറയുന്നു, ഇപ്പം പല ഇവിടെ തന്നെയുള്ള മതത്തിലാണെങ്കിൽ പലപ്പോഴും പലരുമാണെങ്കിൽ ഒരു സ്ഥലത്ത് തിരിക്കുന്നത് ഒരു സ്ഥാപിക്കപ്പെട്ട സഭയുടെ പാസ്റ്ററായിട്ടാണ്. അതായത് യഥാർത്ഥ സുവിശേഷനെ കുറിച്ച് ഉദ്ദേശിക്കാതെ സഭകൾ സ്ഥാപിച്ച് അതിനകത്ത് ഒരു കാലം വരെ ഞാൻ വിശ്വസിക്കുന്നു ദൈവത്തിന്റെ ആത്മാവ് നയിക്കുന്നതും വരെ. എത്രയൊന്നും പറയാൻ ഞാൻ ദൈവത്തിന്റെ ആത്മാവില്ല. പൗലോസ് 36 മാസം എഫെസോസില്. പക്ഷേ ഒരു വാദം ഞാൻ കേട്ടത് എഫെസിലെ 4 ആദ്യം സുവിശേഷന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുകയാണ്, പിന്നീടാണ് മൂപ്പന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സുവിശേഷമാണ് എല്ലാത്തിലും ഉന്നതം എന്ന് പറയുന്ന ഒരു വാദം കേരളത്തിലുണ്ട്. ഞാൻ ആ വാദിച്ച ആൾ എൻ്റെ വീട്ടിലൊന്ന് താമസിച്ചത്. അദ്ദേഹം 4 ചോദ്യം ചോദിച്ചു. അദ്ദേഹം ഉത്തരവില്ലായിരുന്നു. അദ്ദേഹം വ്യാപകമായിട്ട് പഠിപ്പിക്കുന്ന ആളാണ്. ക്രമത്തിന്റെ അടിസ്ഥാനത്തിലല്ല. ആരാണ് ഒന്നാമൻ? കർത്താവ് എന്തോ പഠിപ്പിച്ച ആരാണ് ഒന്നാമൻ? അമ്മ പറഞ്ഞല്ലേ മുമ്പേ. മാളിമുറി വെച്ച് കർത്താവേ അല്ല ഈ മാളിമുറി വെച്ച് കർത്താവ് ശുശ്രൂഷ നോക്കിക്കാൻ കാണുന്നറിയാം. അവരുടെ ഒരു പ്രശ്നം ഉണ്ടായിരുന്ന ആരാണ് ഒന്നാമൻ. അതിനു മുമ്പാണെങ്കിൽ ഈ ആരായിരുന്നു 2 പേരുടെ സബരിപുത്രന്മാരുടെ മാതാവ് എന്ന് പറയേണ്ട എൻ്റെ മക്കളെ ആണെങ്കിൽ ഇടത്തും വലത്തും എടുത്തണം. കാരണം തൽമൂഡ് എന്ന് പറഞ്ഞാൽ യഹൂദന്മാരുടെ വ്യാഖ്യാന പുസ്തകമാണ്, നമ്മുടെ കമന്ററി പോലെ. അതിനകത്തൊരു പറച്ചിലുണ്ട്, 1000 ആണ്ട് വാഴ്ച വരുമ്പോണ്ടല്ലോ ഈ പെസഹായിക്ക് ഇടത്തും വലത്തും ഇരുന്നാൽ കർത്താവിന്റെ ഇടത്തും വലത്തും ഇരുന്ന് 1000 ആണ്ട് വാഴ്ച വരുമ്പോൾ അവിടെയും ഇടത്തും വലത്തും അവിടെ ഇരിക്കാൻ പോകുന്ന ഒരു തൽമൂഡിയൻ തിയറി ഉണ്ടായിരുന്നു. ഇതുകൊണ്ടാണ് ഈ കൊച്ചമ്മയാണെങ്കിൽ അത്യാവശ്യം ഒരു വാക്യം പഠിച്ച ശേഷം അവിടെ ചെന്ന് കർത്താവിനോടാണെങ്കിൽ ഇത് പറഞ്ഞു. അപ്പൊ കർത്താവ് പറഞ്ഞു എന്തുവാ? ആരാണ് വലിയ? ആരാണ് ഒന്നാമൻ? കർത്താവ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കണം. അപ്പൊ സുവിശേഷനാണെങ്കിലും മൂപ്പനാണെങ്കിലും ഇടയനാണെങ്കിലും ആരാണെങ്കിലും സഭയിൽ ഏറ്റവും കൂടുതൽ ശുശ്രൂഷിക്കുന്നവനാണ് ആരാണ് ഒന്നാമൻ, അല്ലെങ്കിൽ ഒന്നാമൻ അല്ലെങ്കിൽ പ്രാധാന്യം.